Addis Akara, Addis, welcome to the show. ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആഡിസിന്റെ സിനിമ ഇറങ്ങുമോ എന്ന് അറിയാൻ അതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് ഇറക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ നായകനിൽ ചിലപ്പോ ഒരു വേഗം ഒരു കല്യാണത്തിന്റെ ഒരു ന്യൂസ് വരും. പരിപാടി നിർത്ത്. എന്റെ മുഖത്തേക്ക് നോക്കൂ. തിരിയൂ Addis, തിരിയൂ. I'm telling you, Harsh is going to be a very good actor soon. Like അടിപൊളിയല്ലേ. I believe he's going to be a very good actor. ഈ 25 ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കയറി ആ പരിപാടിയാ. എന്തായാലും നിന്റെ പടം ചേച്ചി വന്നേ, ചേച്ചീനെ ആ വാതിൽ തുറന്നിട്ട് ആ റൂമിലേക്ക് കയറ്റി അയലടച്ചു. ഇനി ആരെങ്കിലും വേറെ വന്നിട്ട് എന്നോട് പറയാ നിന്റെ കല്യാണമില്ല ചേച്ചി വാ, ഒരു മിനിറ്റ്, ആ വാതിലെടുത്ത് തുറന്നു ആ ചേച്ചീനെ അയൽ കിട്ടും. നെഗറ്റീവ് കമന്റ്സ് ആണ് ഏറ്റവും അടിപൊളി. അത് തുറന്നൊരു മോട്ടിവേഷൻ ഇല്ലേ. അവന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവന്റെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവന്റെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യണുള്ള ഒരു സന്തോഷല്ലേ. ഞാന് അമ്മയുടെ വയറ്റിലായിരുന്നപ്പോഴും ബാഗ് വിട്, പുറത്തേക്ക് വിട്, സമയം പോട്ടെ നേരത്തെ ഇറങ്ങി ഓടി സമയം വിട്. അപ്പൊ ആ ഒരു വെപ്രാളുണ്ട് എനിക്ക്. ഇല്ല, എനിക്ക് കഴിവൊന്നുമില്ല. എനിക്കാകെ എനിക്കൊരു കഴിവില്ല. ഈ വീഡിയോ തന്നെ കാണുന്ന സമയത്ത് ഇവനെ എവിടത്തെയാടാ, ഇവനെ എന്താടാ പറയണേ പറഞ്ഞുള്ളത്. സാഡ്, നത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ പോണം. ബാഡ് തോട്ട്സ് ഇല്ലേ. അപ്പൊ ഗുഡ് വൈബ്സ് ഓൺലി. നമ്മൾ എന്തെങ്കിലും ചെയ്യും. റിസർച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, അടിപൊളി. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സ്റ്റൈലായിട്ട് തെണ്ടുട്ടോ. തെണ്ടാൻ എനിക്ക് ഭയങ്കര സിനിമയാണ് ആഗ്രഹം. സിനിമ എനിക്ക് കുറച്ച് മൂത്ത വട്ടാണ്. എനിക്ക് അതാണ് എനിക്ക് അറിയുള്ളൂ. അപ്പൊ എന്റെ അപ്പം പറയും അഡിസ് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ചെറുതാക്കി. ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മാത്രമാണ്, ജാങ്കോ സ്പേസിൽ മാത്രം. നിങ്ങളെല്ലാരും പൊളി കേട്ടോ. പൊളി മിസ്റ്റർ പൊളി യു പൊളി. ഇന്ന് നമ്മുടെ ജാങ്കോ സ്പേസിന്റെ കൂടെയുള്ള ഗസ്റ്റ് മുങ്ങുമോ അതോ നീന്തി കിടക്കുമോ എന്ന് അറിയാനാണ് നമ്മൾ ഇന്ന് ഈ ഗസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദ ഗസ്റ്റ് ഈസ് ആഡിസ് അക്കര. ആഡിസ്, വെൽക്കം ടു ദ ഷോ. ആൻഡ് ആഡിസ് വന്ന ടീഷർട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഒന്ന് തിരിഞ്ഞൊന്ന് കാണിക്കുകയാണെങ്കിൽ അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾക്ക് കൂടുതൽ അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ February 14th നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും റിംഗ് കൊടുക്കണോ ചോക്ലേറ്റ് കൊടുക്കണോ എന്നൊക്കെ വെയിറ്റിംഗിലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആഡിസിന്റെ സിനിമ ഇറങ്ങുമോ എന്ന് അറിയാൻ. ദൈവം സഹായിച്ചാൽ മാത്രമാ നമുക്ക് ഈ പടം ഇറക്കാൻ പറ്റുള്ളൂ. അതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് ഇറക്കണം എന്ന് ആഗ്രഹം. അത് എങ്ങനെയാവോന്ന് എനിക്കൊന്നും അറിയില്ല. It came out of nowhere. I was sitting at home, sad, nothing is happening in my life. അങ്ങനൊക്കെ ഒരു ചിന്തകളൊക്കെ പോണം. ബാഡ് തോട്ട്സ് ഇല്ലേ. അപ്പൊ ഗുഡ് വൈബ്സ് ഓൺലി. നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു സംഭവം. ഞാൻ ബേസിക്കലി എൻ്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഐ മോട്ടിവേറ്റ് മൈസെൽഫ്. എത്ര പൊട്ട ദിവസമാണെങ്കിലും പ്ലീസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വെൻ ഐ സറൗണ്ട് മൈസെൽഫ് അറൗണ്ട് വിത്ത് ഫ്രണ്ട്സ് ഓൾസോ ഐ ടെൽ ദം ഹേ ലിസൺ പ്ലീസ് ഗുഡ് വൈബ്സ് ഓൺലി, പ്ലീസ് ലെറ്റ്സ് ജസ്റ്റ് ആംപ് ദിസ് പ്ലേസ് അപ്പ്. കുറച്ച് നല്ല എനർജി കൊണ്ടുവരണം, നമ്മൾ നന്നായി ചിരിക്കുക അതൊക്കെ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ എവ്രിതിങ് വാസ് എ ലോട്ടറി. എവിടെയോ പഠിക്കുന്ന ആള് എവിടേക്കോ വന്നു. അപ്പാപ്പനമ്മ ടോയ്ലറ്റിൽ വഴുക്കി 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ആയിട്ട് വീണു. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, എടാ നീ നാട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ന്യൂയോർക്കിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പൻ ജോലി രാജിവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഉണ്ടാവില്ല, അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള സംഭവമായിരുന്നു. പിന്നെ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു നടന്നു, ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അൻവർ റഷീദ് സാറിന്റെ ട്രാൻസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്കൊരു ഷെഡ്യൂൾ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൻറ്റിമാരിങ്ങനെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, നായിക എന്ന് പറഞ്ഞിട്ട് സംഭവം. അപ്പോൾ അപ്ലൈ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. പിന്നെ നായകൻ അത് ഏത് ഇയർ ആയിരുന്നു? 2018. അപ്പോൾ 2018 കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര നമുക്കിത് ഈ ലോകം അറിയില്ല, ഈ സിനിമാ ലോകം എങ്ങനെയാ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം. ആ സമയത്ത് ഒരു നല്ലൊരു സിനിമയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കിങ്ങനെ തോന്നും നമ്മൾ ചെയ്യേണ്ടത് തെറ്റല്ലേ,
ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെനിക്ക് വേണ്ടിയിട്ട് പടമും ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലൂടെ, അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്തുണ്ടായി, എല്ലാ ദുരന്തങ്ങളും പ്രളയം, കൊറോണ, ഇതെല്ലാം കഴിയുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു 2018 എത്ര നാളുണ്ടായിരുന്നു ഈ ഒരു നായകൻ റിയാലിറ്റി ഷോ? 3 months. കോവിഡ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു 2020 ആയിരുന്നു. അതെ അതെ, ബട്ട് ലൈക്ക് ഇറ്റ് വാസ് പ്രൊലോങ്ങിങ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിനും കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കും നല്ല നല്ല കുറെ പടങ്ങളൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും, ഈ പടം വേണ്ട, നമ്മുടെ പടം അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു, പിന്നെ ആ പടം വന്നു. പടം അത്ര ഓടിയില്ല. പക്ഷെ എനിക്ക് ഐ എം വെരി പ്രൗഡ്, അങ്ങനെ എനിക്കൊരു ചാൻസ് ലാൽ ജോസ് സാർ തന്നു. പക്ഷെ അതില് നമ്മുടെ ഒരു സമയം പോയി. അപ്പൊ ആ സമയം, സോ ദാറ്റ് ടൈം ഓഫ് അവർ ലൈഫ് ഇസ് ലൈക്ക് ഈ 25 ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കയറി വാ ആ പരിപാടിയാ. അപ്പൊ അവിടെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കണം. പക്ഷെ ഐ വെയിറ്റഡ്, then I lost their time. Then movies started coming in, and that not so significant roles ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റില്ല ചേട്ടാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അപ്പൊ അവര് വിചാരിക്കും ഇവനെന്തോ അത്ര വലിയ സംഭവമായോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യണ്ട. പിന്നെ ഉണ്ടായത്, പിന്നെ എനിക്കൊരു മാജിക് ഉണ്ടായി. ഒരാൾ വിളിച്ചു, എന്നോട് പറഞ്ഞു ആഡിസ് ഒരു പരിപാടി ഇരിക്കണ്ട്, ആഡിസിന്റെ നായകനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സമയത്തൊക്കെ വിൻസിയൊക്കെ കയറി പോവാട്ടോ, എല്ലാ സിനിമകളും ഇങ്ങനെ കത്തിച്ച് പോവാ. നമ്മൾ മാത്രം നല്ലൊരു പടത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. സങ്കടമൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളിങ്ങനെ ഷെയർ ചെയ്യില്ലേ അവരൊക്കെ പോസ്റ്റുകള്, എടാ എന്റെ പുതിയ പടം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റുള്ള എല്ലാവരും, ദർശനായാലും വെങ്കി ആയാലും സിനിമ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ട്. നമ്മുടെ മാത്രം ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സൈഡായിട്ട് ഒരു ചെറിയൊരു സിനിമ കമ്പനി ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കേവ് എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ ഒരു പാർട്ട്ണറും ഉണ്ട്. അത് ബേസിക്കലി ആൾക്കാരോട് തെണ്ടി ചേട്ടാ കുറച്ച് കാശുണ്ട്, ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം ചെയ്യണം. ഞാൻ സ്റ്റൈലായിട്ട് തെണ്ടുട്ടോ. തെണ്ടാൻ എനിക്ക് ഭയങ്കര കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേവ്, ആ ഒരു ഷോർട്ട് ഫിലിം ആദ്യം ഇറങ്ങുന്നത് 2021 അത് അടുപ്പിച്ച് നെഞ്ചിൽ പഞ്ചറും മനസ്സിൽ ഞാനാണോ. പിന്നെ റിദ തരാനയുടെ കൂടെ ഒരു ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രം ടു. അതും നല്ലതാ, അതൊക്കെ കത്തിക്കേറും. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇസ് ഫേമസ് നൗ, രജത് പ്രകാശ്. നമ്മുടെ വണ്ടിനെ അവനോടൊക്കെ ഞാൻ അതൊന്ന് കത്തിയിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഈ സാധനം കത്തും, ഈ സാധനം വേറെ ലെവലാ, വണ്ടിനെ തേടും, അടിപൊളിയാ. ഹിസ് എ വെരി വെരി ഗുഡ് ഡയറക്ടർ. ഐ റിയലി ലവ് ഹിം. ഐ നോ ഹിസ് ലൈക്ക്, ഇവൻ ഭയങ്കര അണ്ടർ റേറ്റഡാ. ഓക്കെ, അപ്പൊ എന്താണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. അടുത്ത വലിയ ലോട്ടറി വിളിച്ചിട്ട് ഇങ്ങനെ ആഡിസിനെ വെച്ചിട്ട് ഒരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയറക്ടറും സഹീർ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടനും പിന്നെ നൗഷാദ് ക, ഇവർ 2 പേരാണ്, DOP ഒരു ഡയറക്ടറും. നല്ലൊരു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ മൂവി നല്ലൊരു പടം. അപ്പൊ ഇതാരാ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം സഹീറായിട്ടും പറഞ്ഞു. എന്നിട്ട് ഞാനും നൗഷാദ് ക ഞങ്ങളെല്ലാവരും, അന്ന് മഴക്കാലമായിട്ടോ, ഞാൻ പോയിട്ട് നമ്മുടെ ഇവിടെ കാക്കനാട് വെച്ചിട്ട് ഒരു വീട്ടിലേക്ക് കയറി, വലിയൊരു വീട്. അപ്പൊ ഞാൻ ഇത് ആരുടെ വീട് എന്ന് പറഞ്ഞിട്ട് നിൽക്കാം. ഉള്ളി കയറിയപ്പോ സിദ്ദിഖ് സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സിദ്ദിഖ് സാറ് ഞാൻ ആദ്യമായിട്ട് കണ്ട്, ഒന്നുമില്ല, നമ്മള് നമ്മുടെ പൊട്ടത്തരങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക, സാർ സൽമാൻ ഖാന്റെ കൂടെ ഒക്കെ ഡയറക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാം. സാറ് ഭയങ്കര ഹാപ്പിയാ. സാർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ ഈ പടത്തിലെ ഷാൻ നീയാണ്, നിനക്ക് ആ ഒരു പരിപാടി ഉണ്ട്, ഞാന് ഇതുവരെയായിട്ട് എനിക്ക് ഈ ലവ് സ്റ്റോറി ഭയങ്കരമായിട്ട് പിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഷാൻ നീയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ആ സമയത്തൊക്കെ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട് കേട്ടോ, നമ്മളെന്താ പറയണ്ടതെന്ന് അറിയില്ല. അപ്പൊ എന്നോട് സഹീർക്ക് ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ലാൽ ജോസ് സാർ കഴിഞ്ഞിട്ട് സിദ്ദിഖ് സാർ, ആഡിസ് വേറെ ലെവല്. I'll tell you. So this story has a very sad ending. So I met him and then I was like, I don't know what. Apo Sahir Ka and Naushad Ka, they were struggling to find a producer, and Siddiq sir said, I'll do this film, I really love this film. So I was like, I'm very happy. ഇവരൊക്കെ ഇങ്ങനെ ആംപപ്പും ചെയ്യല്ലേ നമ്മളെ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ വീട്ടിൽ പോയി
so I was like June I met him, June end ഒക്കെ ആയിട്ട് ഞാൻ met him, August in 2 weeks he died. And I went into that zone. സോറി. അപ്പോൾ എനിക്ക് പിന്നെ ആളെ ഭയങ്കര എനിക്ക് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ലാൽ ജോസറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ലാൽ ജോസറിനെ, ഈ അപ്പൂപ്പന്മാരൊക്കെ നമുക്ക് ഭയങ്കര, അപ്പൊ എനിക്ക് സിദ്ദിഖ് സാറിനെയും ഭയങ്കര എനിക്ക് അങ്ങനെ. അപ്പൊ സിദ്ദിഖ് സാറിനോട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അപ്പൊ ഞങ്ങള് സിദ്ദിഖ് സാർ മരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയപ്പോ സൈരേട്ടൻ പറഞ്ഞു നമ്മൾ ഫോട്ടോ എടുത്തില്ല അല്ലെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിനെ പറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടം നടന്നില്ല. അപ്പോൾ ഞാൻ ഞാൻ എന്തോ തെറ്റ് ചെയ്തോ, എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ഭയങ്കര ബാഡായിട്ട് പോയി, എൻ്റെ ഇത്ര കൊല്ലം പോയി. പിന്നെ ആ ഒരു സാഡ്നെസ്സിലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ, പിന്നെ ചില നേരത്ത് നമുക്ക് തോന്നും അത് ബിക്കോസ് മേ ബി ഐ ആം എ ലിറ്റിൽ മോർ ഗ്രീഡി. അവിടെ ഒരു ഗ്രീഡ് വന്നു, ലൈക്ക് വൈ ആർ യു ലൈക്ക് ദിസ് ഗോഡ്. എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു അടിപൊളി സംഭവം നടക്കുന്ന സമയത്ത് യു ഫ്രിക്കിൻ took the very nice person who had to do it, so he took it off. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ദൈവത്തിനോടൊക്കെ ദേഷ്യം തോന്നി ആ സമയത്ത്. പക്ഷെ അതാണ് സിനിമ ഒക്കെ, നമ്മള് at the end of the day നമ്മുടെ കയ്യിലല്ല. അത് കാരണം ഞാൻ എല്ലാ നേരത്തും പറയണ 14 Feb 2025 പറയുമ്പോഴും ദൈവം സഹായിച്ചിട്ട്, ദൈവം സഹായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്. അപ്പൊ so when all of this started falling off from my hand and roles went off, they first put you on that pedestal, they say you're the hero, and then some other, I'm not naming names though, another production house came in and ഒരു വലിയൊരു വേറൊരു ആക്ടറിനെ വെച്ചിട്ട് ആ സിനിമ പോയി, ആ സിനിമ സൂപ്പർ ഹിറ്റായി. അപ്പൊ നമുക്ക് എനിക്കെന്താ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ അറ്റ് ദി എൻഡ് ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഞാൻ തന്നെ ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും ചോദിക്കണ്ട എന്നോട്. അല്ല, ആഡിസ് ഇവരോട് ചോദിച്ചില്ല എന്തുകൊണ്ട് എന്നെ റീപ്ലേസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല? റീച്ച് ഔട്ട് ചെയ്തു. സഹീർ ഖേറെ പടം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല, പക്ഷെ ആ പടം എന്തായാലും ഞാൻ നടത്തും. ഈ പടം വിജയിച്ചാൽ ഞാൻ സിദ്ദിഖ് സാറിന്റെ പടം നടത്തും. ആ ഒരു വാശിയുണ്ട് എനിക്ക്. അത് നല്ലൊരു കഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥ. ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, അറിയോ. സിദ്ദിഖ് സാറിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ആൾക്കാർക്കൊക്കെ അയച്ചു, ഇടാ ഇങ്ങനെ ഒരു പരിപാടി ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കുറെ നല്ല നല്ല ആക്ട്രസുകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കല്യാണിയൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. കല്യാണി പ്രിയദർശൻ അല്ല, കല്യാണി പ്രിയദർശൻ ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണിയില്ലേ, നമ്മുടെ സായി കുമാറും ബിന്ദു. അപ്പൊ എനിക്ക് അത് ഫ്രഷ് ആയിട്ട് പിടിച്ചാലും ഭയങ്കര രസമായിരിക്കും. അപ്പോഴും നമ്മുടെ തലയിൽ നമ്മളായിരിക്കും, നമ്മള് ഡയറക്ടറിന്റെ രീതിയിൽ. അതൊക്കെ സൈറേട്ടനും നൗഷാദ് ഖേറൊക്കെ പരിപാടികളാണ്, സിദ്ദിഖ് സാറിന്റെ ഒക്കെ പരിപാടിയാണ്. But it's okay. But now I was like, I'm like enough with luck. You have to do it on your own. Nobody is bringing it to you on a plate. Do it on your own. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ വെറുതെ ഒന്ന് ഇടാം. പിന്നെ നമ്മുടെ ഒരു ജേർണി നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇൻസ്റ്റയിലിട്ടപ്പോൾ അത് ഭയങ്കര കത്തി. ആൾക്കാർ അവൻ ചെയ്യില്ലേ. പിന്നെ എൻ്റെ ഈ റീല് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് റീലാ, ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു റീലാ. അപ്പൊ ഇപ്പൊ തുടക്കത്തിലൊക്കെ വാവ്. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോ ആൾക്കാർ പിന്നെ വെയിറ്റ് ചെയ്യുന്നത് ഇത് ഏത് തരത്തിൽ പൊട്ടും, ഇത് അടാറ് പൊട്ടലാണോ അല്ലെങ്കിൽ എന്തൊക്കെ വലിയ വലിയ സംസാരം പറഞ്ഞിട്ടാണ് പൊട്ട, അങ്ങനെയൊക്കെ വരും. ആഡിസ് ഈ ഒരു ഡെഫിനറ്റ്ലി ഇപ്പം ഈ ഒരു മാനിഫെസ്റ്റേഷൻ തിങ് അതൊക്കെ എങ്ങനെയാണ്, ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്? അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണം എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടും? അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ആഡിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്ന് May 14 എന്തോ ആയിരുന്നു ഫസ്റ്റ് വീഡിയോ ഇട്ടത്. ആൻഡ് ഇത്രയും ദിവസമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും എന്നും ആ വീഡിയോസ് ഇടണമെങ്കിൽ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അതിലേക്ക് എങ്ങനെയാണ് ആഡിസ് ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്? സാധാരണ ആൾക്കാരുടെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മൾ ആദ്യത്തെ റീലിട്ട് കഴിഞ്ഞിട്ട് ഈശ്വര ഇനി ഇത് ഇത്ര ദിവസം ഇടണോ, അത് വേണോ, അല്ലെങ്കിൽ നമുക്കിത് മൊത്തം ഒളിച്ചിട്ട് ചെയ്യാം, ഇത് അവര് അന്നത്തെ ദിവസം വരാണെങ്കിൽ വരട്ടെ. പിന്നെ ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കമിങ് അബൌട്ട് എല്ലാ ദിവസവും നമ്മൾ കണ്ണാടിയിൽ സംസാരിക്കില്ലേ, ഓ നീ സൂപ്പറാ, നീ അടിപൊളിയാ, നീ പൊളി, നീ സിനിമ ചെയ്യടാ, നീ അടിപൊളി. അപ്പൊ ആ സംഭവം ഞാൻ നേരെ
കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നേരെ ക്യാമറയിലേക്ക് മുമ്പിലേക്ക്. അപ്പൊ അത് അങ്ങനെയായി. ഒരു 5 days കഴിഞ്ഞപ്പോൾ ഐ എം സ്ലോലി ഗെറ്റിംഗ് എ ഹാങ് ഓഫ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഒരു ഗോളില്ല, പ്രൊഡ്യൂസർ ഇല്ല, ഡയറക്ടർ ഇല്ല, റൈറ്റർ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞും പോയി എല്ലാം ഞാൻ ചെയ്യും, ഡിസൈൻ ഞാൻ ചെയ്യും. അപ്പോൾ ഒരു 5 കഴിഞ്ഞു, ഒരു 10 days കഴിഞ്ഞപ്പോൾ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. 15 days ആയപ്പോൾ dude, you have no clue where this is going, you're not doing anything right. Then I was like, then this whole confusion. ആദ്യം പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കണോ, ആദ്യം ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കണോ, ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ചാലാണ് പ്രൊഡ്യൂസർ കിട്ടുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് കിട്ടിയാലാണ് ആർട്ടിസ്റ്റിനെ കിട്ടുക. എന്നിട്ട് പിന്നെ ഇതിനൊക്കെ സ്ക്രിപ്റ്റ് വേണ്ടേ, ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഓരോങ്ങനെ ഐഡിയാസ് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാനിങ്ങനെ മലയാളം സിനിമയിൽ വന്നോണം എല്ലാ ഐഡിയാസും ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബോക്സിൽ, ഈ മലയാളം സിനിമ ബോക്സ്, ഈ ബോക്സിൽ നല്ലാത്തൊരു ബോക്സ് ഉണ്ടാക്കുക, ആ ബോക്സിൽ നിന്നുള്ള ഐഡിയാസ് എടുക്കുക. പറഞ്ഞാൽ ഇഫ് യു ടേക്ക് ഐഡിയാസ്, ഇഫ് യു ആർ ഇൻസ്പയർഡ് ഫ്രം ഐഡിയാസ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് വിൽ വർക്ക്. അത് കുറച്ചുകൂടി ഒരു പുതുമ വേണം. അപ്പോൾ ലെറ്റ്സ് മേക്ക് യുവർ ഓൺ ബോക്സ് ആൻഡ് ഫ്രം ദാറ്റ് ലെറ്റ്സ് നിറ്റ് പിക്ക്. So I took one idea and I was like, hey, വേണ്ട, too international. അങ്ങനെയൊക്കെ ആലോചിച്ചു. പിന്നെ I went on 2, 3, 4, ഒരു 33rd ഐഡിയ ഒക്കെ ആയപ്പോൾ ഐ തിങ്ക് ദിസ് വിൽ വർക്ക്. ഇതിനെ കുറച്ചൊരു നാട്ടിലേക്ക് കൊണ്ടുവന്ന ഇതൊരു ഇന്റർനാഷണൽ കഥയാണ്. ഇന്റർനാഷണൽ കഥ, ഇത് ഒറ്റ സ്ഥലത്തും കണ്ടിട്ടില്ല, ഈ പരിപാടി വേറെ ലെവലാണ്. ഇത് കൊണ്ടുവന്നിട്ട് ഇത് ഇനി തലയിലാണ്. ഇത് തലയിൽ നമ്മൾ ഇനി ആരോടെങ്കിലും പറയണം, ഇത് പറഞ്ഞിട്ട് എഴുതിപ്പിക്കണം. അല്ല, എനിക്ക് എഴുതാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് കഴിവൊന്നുമില്ല, എനിക്കാകെ എനിക്കൊരു കഴിവില്ല. ഞാൻ ആൾക്കാരോട് ചേട്ടാ എനിക്ക് വേണ്ടിയിട്ട് എഴുതോ എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഒന്ന് എഴുതുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആള് ശരി എഴുതാം എന്ന് പറഞ്ഞു. ആളത് എഴുതിയിട്ട് അത് നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആൾക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൾക്കും അത് എഴുതി അത് ഇഷ്ടമായി തുടങ്ങി. ആള് പറഞ്ഞു ആഡ്സ് ഇത് വർക്കൗട്ട്. പിന്നെ എല്ലാ ദിവസവും ഈ കോൾ ചെയ്തിട്ട് ആഡ്സ് ഇത് വർക്കാവും എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിന് ഒരു ബൂസ്റ്റാ. ഇത് വർക്കാവും. പിന്നെ ആ കോൺഫിഡൻസിൽ നമ്മള് ഓക്കെ നെക്സ്റ്റ് ആരാ, മമിത ബൈജു അല്ലെങ്കിൽ നമ്മുടെ ഇവരെ നിഖില പറയുന്നേ, ഇത് എടുത്തുകൊണ്ടുവരണം, കോണ്ടാക്ട് ചെയ്യണം, ഇവരോടൊക്കെ സംസാരിക്കണം. അല്ല, ഓൾറെഡി മമിത ബൈജുനോടും നിഖില വിമലിനോടും സ്റ്റോറി പറഞ്ഞു. ഇല്ല, എനിക്ക് I couldn't reach Mamita said, so what Mamita said was, Mamita said that listen, we'll meet at Hyatt and you tell me the story and everything. And then she saw the videos and then she said, oh Addis, the thing is like I just got busy. Kada ഞാൻ പറഞ്ഞിട്ടേയില്ല. But Addis and I saw your video. Addis പറയുന്നത് Addisന് 14th Feb 2025 റിലീസ് ചെയ്യണം. എനിക്ക് ആ സമയം വരെ ഡേറ്റ്സ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, എന്നാലും നീ എനിക്ക് ഇത് തന്നല്ലോ. അപ്പൊ അങ്ങനെ ഭയങ്കര ഹാപ്പി. പിന്നെ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു, അപ്പൊ ഇനി അടുത്തത് മമിത കഴിഞ്ഞിട്ട് ആരാ, നിഖില ആയിരിക്കും. അപ്പൊ നിഖിലയുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ ഈ ഹാഫ് ബേക്ഡ് ഐഡിയ ആയിട്ട് ഞാൻ പോയി. അവിടെ ഒരു ക്യാപ്പച്ചീനോ എന്തോ കാഫേയുടെ പേരുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഇരുന്നു. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആളോട് ഇങ്ങനെ കഥ പറഞ്ഞു. ആള് പൊളിയാട്ടോ, ആള് ഭയങ്കര, എനിക്ക് ചില നേരത്തെ ആള് എന്നെ റാഗ് ചെയ്യായിരുന്നു അല്ലേന്നൊക്കെ തോന്നും. ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുക. എന്റെ സിനിമ കുറച്ചുകൂടി റൊമാൻറ്റിക് കോമഡിയും പരിപാടിക്കല്ലേ, നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ എന്താ ഫണ്ണി ആയിട്ട് തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അല്ല ഞാൻ കഥ കേൾക്കുമ്പോ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. Then she was listening to it and then I think something clicked somewhere. She said, you know what, you finish the script and send it to me. And then I sent her the script. I did not get any reply. Then I started realizing Addis, അപ്പോൾ നമ്മൾക്ക് ഒരു റിയാലിറ്റി ചെക്ക് വരും. നീ ആരാണ്, നീ ആർക്കാണ് ആ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നത്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നീ ഇതുവരെയായിട്ട് ഒന്നും യു ആർ നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ റൈറ്റർ ഓർ എ ഡയറക്ടർ. ആൻഡ് പിന്നെ അവരുടെ അടുത്ത് നമ്മൾ പറയുമ്പോഴും ഞാൻ അവരോടും അങ്ങനെ തന്നെയാ പറയാ, ഞാൻ എഴുതിയതല്ല, ഞാൻ എൻ്റെ ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണ്, പിന്നെ ഞാൻ ഒരാളെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കും. എന്താ വെച്ചെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവുമല്ലോ ഫോർ ഷുവർ, എന്താണ് പരിപാടി. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രൊഡ്യൂസർ വന്നു, ഹാഡ് കം ഓൺ ബോർഡ് വെൻ ഐ നെയിംഡ് സം നെയിംസ് ലൈക്ക്. അതൊക്കെ നമ്മുടെ ഒരു ധൈര്യത്തിൽ നമ്മൾ പറയുന്നത് നിഖില വിമൽ,
അഭിനയിക്കും നമ്മുടെ കൂടെ എന്നൊക്കെ നമ്മൾ ഒരു ധൈര്യത്തിന് പറയണ്ട. എന്ന് വെച്ചാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മുമ്പിൽ പോവൂ. അപ്പോൾ ആള് പിന്നെ നിഖില ഹാസ് നോട്ട് റിപ്ലൈഡ് ടു മീ എനിത്തിങ്. And so this guy lost this thing, patience. And then he said, listen, who asked you to... Apurana, he's realizing who asked you to release the date before. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വരും. നിന്റെ മാനിഫെസ്റ്റേഷൻ എന്ത് മാങ്ങാത്തൊലിയാണ് നീ ആലോചിച്ചിട്ട് സിനിമ പിടിക്കണേ? അപ്പോൾ പിന്നെ മൊത്തം ആള് പറഞ്ഞു മൊത്തം പൊളിച്ചെഴുതണം, ഇതൊന്നും അങ്ങനെയല്ല പരിപാടി. അപ്പം ഞാൻ പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ ഫ്രണ്ടിന് ഐ ഹാവ് ടു പേ ദാറ്റ് ഫ്രണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി മണി. ഹൂ ഷുഡ് ഐ പേ? ഐ കാൺട്ട് ആസ്ക് മൈ പേരൻസ്. ഐ ഹാവ് ബീൻ ആസ്കിങ് മൈ പേരൻസ് ഫോർ 6-7 years നൗ, സിറ്റിംഗ് അറ്റ് ഹോം. ഈ മറ്റേ VIP സിനിമയിൽ പുറത്തിരുന്നിട്ട് ബോൾ എറിയുക, പട്ടി പോയിട്ട് ബോൾ എടുത്തിട്ട് തിരിച്ചു വരിക, അങ്ങനത്തെ ഒരു അവസ്ഥയാ. ദെൻ വാട്ട് ഹാപ്പൻഡ് വാസ് an amazing friend of mine and all gave me some money, so I gave an advance like that to advance, because not the whole amount, like advance I gave it to the writer. I have to pay her also. And then I started realizing that നമ്മൾ ഇപ്പോൾ ഈ ഏത് ആർട്ടിസ്റ്റിനോട് പോയിട്ട് കാണേ, ഏത് ഡയറക്ടറിനോട് പോയിട്ട് കാണേ, അവർക്ക് എല്ലാവർക്കും നമുക്ക് കാശ് കൊടുക്കണം. അപ്പോൾ കാശ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പോൾ എല്ലാത്തിനും കാശാണ്. ഈ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നോർമൽ ഏത് പൊട്ടനും വന്നിട്ട് സിനിമ പിടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ഇതില് കാണുന്നത്. നിങ്ങളുടെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു നല്ലതാണോ ചീത്തയാണോ എന്നാണ് നമ്മളെല്ലാം അത് പറയുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ഒരു ബാക്കിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രഗിൾസ് ആരും അറിയുന്നില്ല. അപ്പം മോർ ഓഫ് നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം ആഡിസിന്റെ വീഡിയോസിൽ കൂടെയാണ്. ഞാനൊക്കെ ഇതൊക്കെ കടന്ന്, ഞാനിപ്പോ അതിനെ പറ്റിട്ട് ആലോചിക്കും, ഇതൊക്കെ കടന്ന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സിനിമ പിടിച്ച് തിയേറ്ററിലേക്ക് സിനിമ കൊണ്ടുവന്നിട്ട് സിനിമ ആൾക്കാർ കണ്ട് ആൾക്കാർ കൂവി പുറത്തേക്ക് വന്ന സമയത്ത് റിവ്യൂ ഇട്ടിട്ട് എന്ത് പടം എന്നൊക്കെ പറയുമ്പോ സങ്കടം തോന്നില്ലേ? ആരായാലും സങ്കടം തോന്നും. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവും. I feel that is what will mean to me, because I am trying to make a future. I am trying to make something for myself. And also so now recently I met this one guy, 25-year-old guy. He's from Andhra. Okay. The guy is very sweet to me. His name is Ricky. Okay. Clinton events ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ he's very sweet and all, very nice to me. So he was like, Adis, I saw your reels and I really like what you're doing. You know what, let's make this film. And I was like, ഞാൻ പറഞ്ഞു, ഇത് 2ാം നമ്പർ കാശൊന്നല്ലല്ലോ, നീ ഇങ്ങനെയൊക്കെ നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ. അല്ലല്ല, നമുക്ക് അഡിസ് ഓരോന്നും ചെയ്യ്, നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഫണ്ട് എങ്ങനെയെങ്കിലും റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പൊ ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു പടം പിടിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ റീലിലൂടെ കണ്ടു മനസ്സിലാക്കാം. ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് കൾട്ട് എന്നുള്ള ഒരു ഐഡിയ എപ്പോഴാണ് തോന്നിയത്? ഇങ്ങനെ ഒരു ടീഷർട്ട് സെല് ചെയ്ത് എനിക്ക് ഈ ഒരു മൂവി എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ? ഐഡിയ ഞാൻ പറയാം. അതിന്റെ ഐഡിയയിലെ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ റീൽസ് ചെയ്യണ സമയത്ത് ഒരു ഡ്രസ്സിന്റെ കമ്പനി എന്നെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ആഡിസ് ഒരു കാര്യം ചെയ്യും, ആഡിസ് ഞങ്ങളുടെ ടീഷർട്ട് ഇട്ടാ ആഡിസിന് ഞങ്ങള് പെർ ഡേ ഇത്ര എമൗണ്ട് തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അടിപൊളി. അപ്പോഴത്തേക്കും വേറൊരു ക്ലോതിങ് ബ്രാൻഡ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സെയിം. എന്നിട്ട് ഞാന് ചേട്ടാ, അപ്പൊ ഞാൻ ഇവരോട് നെഗോഷിയേറ്റ് ചെയ്യാം. നമ്മുടെ തലയിൽ നെഗോഷിയേഷൻ എന്താണ് നടക്കണമെന്ന് അറിയില്ല. അപ്പൊ ചേട്ടാ അവര് ഇത്ര പറഞ്ഞു. അപ്പൊ ഇവരാണ് അത്രേ പറഞ്ഞോ, നിക്ക് ഞങ്ങള് ഒരു റിവൈസ്ഡ് ഫിഗർ ആയിട്ട് വരാം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോട് പോയിട്ട് ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവര് റിവൈസ് ഫിഗർ ആയിട്ട് തിരിച്ചു വരും അവര് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇത് ഞാൻ റീലില് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ലൈഫിൽ ഇതൊക്കെയാണ് മാജിക്, കണ്ടാ ഇപ്പൊ ഡ്രസ് വന്നു ഇത് വന്നു. അവസാനം there was no reply from both the teams.
കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതൊന്നല്ല, ഞാൻ എക്സ്പെൻസീവ് ഒന്നല്ല. ചേച്ചി ഞാന് ഒരു ദിവസത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാം 2000 രൂപ എന്ന് പറഞ്ഞ 2000 രൂപയ്ക്ക് ഞാൻ ടീഷർട്ട് ഇടാം, എല്ലാ ദിവസവും 2000 രൂപ തന്നാൽ മതി. അപ്പൊ എനിക്ക് വഴി ചെലവെങ്കിലും കഴിയൂലോ. എങ്ങടെയെങ്കിലും ഒക്കെ പോയിട്ട് ഏതെങ്കിലും ആളൊക്കെ കാണുമ്പോ എല്ലാ ദിവസവും 2000 രൂപ കിട്ടിയ മാസം 60,000 ആണ്. അല്ലേ, അതല്ലേ. അപ്പൊ അപ്പോഴത്തേക്കും വേറൊരാള് അങ്ങനെയാണോ ഞങ്ങളും വരാന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ആർത്തിയില് അതും പോയി ഇതും പോയി. 500 കൂടുതൽ കിട്ടിയാലോ. അതന്നെ, അത്ര ആഗ്രഹിച്ചുള്ള വരും. ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. കൊലാബ് സംഭവമൊക്കെ നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതിലൊരു പാഴൽ ഉണ്ടായി. പിന്നെ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ആഡിസ് ഫ്രം സ്ക്രാച്ച് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയുള്ള ആഡിസിന് ആ ഷർട്ട് വിൽക്കുക. ഷർട്ട് വിട്ടിട്ട് നിനക്കൊരു ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ആ ഫണ്ടിലൂടെ ആദ്യമൊക്കെ ആഗ്രഹം സിനിമ പിടിക്കാം എന്നൊക്കെയാ. അപ്പൊ എന്റെ അപ്പം പറഞ്ഞു, ആഡിസ് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ചെറുതാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ആൾക്കാർക്ക് അഡ്വാൻസെങ്കിലും കൊടുക്കാനുള്ള കാശ് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ചിലപ്പോ നടക്കും, പിന്നെ നീ എന്തായാലും കൊണ്ടുവരാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ടീഷർട്ട് വാങ്ങുന്ന ആളുടെ പേര് നമുക്ക് സിനിമ വരുമ്പോ എൻഡ് ക്രെഡിറ്റ്സില് ഇപ്പൊ ആഡിസ് ആന്റണി, എനിക്ക് എന്റെ പേര് തിയേറ്ററിൽ ഏത് സ്ക്രീനിൽ കണ്ടാലും ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ഒരു 10,000 ആൾക്കാർ ടീഷർട്ട് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ 10,000 ആൾക്കാരുടെ പേര് മതിയില്ലേ? അപ്പൊ അങ്ങനെ നല്ലൊരു സംഭവല്ലേ. ഞാനൊക്കെ തിയേറ്ററിൽ അവസാനം എന്റെ പേര് അവസാനം വന്നാലും ഞാൻ ഇരിക്കും, എന്റെ പേര് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നല്ലൊരു പരിപാടി, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ആഡിസിന് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഈ ടീഷർട്ടിന് വെച്ച്? പിന്നെ ഞാൻ ആലോചിച്ചു, ഈ ടീഷർട്ട് വാങ്ങുന്ന ആൾക്കാരിൽ നിന്ന് കാസ്റ്റിംഗ് കോൾ ഇടാം. എന്തായാലും കുറച്ച് നോൺ ഫേസസ് നമ്മൾ എടുക്കും. അതല്ലാണ്ട് കുറെ ആൾക്കാർ സിനിമയിൽ ചാൻസിന് വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർക്കുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കാസ്റ്റിംഗ് കോൾ ഇടാം. അപ്പൊ അങ്ങനെ നമുക്ക് അവർക്കും അങ്ങനെ ഒരു സംഭവം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 10,000 ആൾക്കാർ വാങ്ങുകയാണെങ്കിലും നമുക്ക് ഒരു റെഡ് കാർപ്പറ്റ് വാക്ക് ഒക്കെ ഇവർക്ക് എല്ലാവർക്കും 10,000 ആൾക്കാർക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കില്ലേ? പ്രൊഡ്യൂസേഴ്സ് കൾ ടീഷർട്ട് പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ബേസിക്കലി അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പ്രൊഡ്യൂസർ ആവാം. ഇപ്പൊ നോട്ട് ഓൺലി ടൊവിനോ, നോട്ട് ഓൺലി ഫഹദ്, not only Mammootty, not only them, like anybody can be a producer. Like for example, cash undaya madi. Cash undaya madi. അല്ലല്ല, ടീഷർട്ട് വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഓക്കെ. അങ്ങനെ ആഡിസിന്റെ ടീഷർട്ട് എന്റെ ടീഷർട്ട് വാങ്ങിച്ചാൽ നിങ്ങൾ പ്രൊഡ്യൂസറായി. കാശ് ഉണ്ടായാൽ മതി എന്നല്ല. കാശ് പറഞ്ഞാൽ എന്റെ ടീഷർട്ട് വാങ്ങിച്ചാൽ മതി, നിങ്ങൾ എന്റെ പടത്തിന് പ്രൊഡ്യൂസർ. ഇത് പണ്ട് അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവര് കോൺട്രിബ്യൂട്ട് ഉണ്ട്, അവരുടെ കാശാണ്. അവരെ ഇറ്റ്സ് എ ഫിലിം ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ഇവരെന്നെ പോയിട്ട് കാണാൻ പോണേ പടം. അപ്പൊ അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറെ ഐഡിയാസ് എന്റെ തലയിൽ വന്നു. എന്താ വെച്ചാൽ ഞാൻ റീൽസ് ഇടുന്നതിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ആഡിസേട്ടാ ഒരു ചാൻസ്. അപ്പൊ ഞാൻ ബേസിക്കലി ഇവരോടാണ് ഞാൻ ചോദിക്കുന്ന ചാൻസ്. എന്റെ ടീഷർട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവം. അപ്പൊ ആ ചാൻസ് എങ്ങനെയാ കൊടുക്കുക? അപ്പോൾ ഒരു 11 അസിസ്റ്റൻസ്. ഫിലിം സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും ബെസ്റ്റ് സ്റ്റഡീസ് ഇസ് ലൈക്ക് ഓൺ സെറ്റ്. യു വിൽ സ്റ്റഡി മോർ about films on set than in film school. Film school paladum parayna. I have gone to so many film school. I went to Kishore Namit Kapoor Bombay, I went to Center Stage Bangalore, I went to Lee Strasberg New York. I was on a film set, but one schedule on Anwar's set taught me so much. And then I was like idu madi ningalku. So angane oru sambhavam kodi njan ayil kettu. സോ ബേസിക്കലി അതന്നെ. പിന്നെ ഫസ്റ്റ് ഫാൻസ് ഓഫ് ദ ഫിലിം അങ്ങനെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പ്രൊഡ്യൂസേഴ്സ് കൾട്ടിന്റെ ഒരു സംഭവം. ഇപ്പൊ ഞാനൊരു പ്രൊഡ്യൂസേഴ്സ് കൾട്ടിന്റെ ആന്തം ഒക്കെ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് പാട്ടുകാരെയും എല്ലാരും ബേസിക്കലി യു ക്യാൻ ഔട്ട്സോഴ്സ് എവറിത്തിങ് ത്രൂ ഇൻസ്റ്റാഗ്രാം ഭയങ്കര പവർഫുൾ ടൂളാട്ടോ. ഇപ്പൊ ഞാൻ പറയാണ് നിഖില ചേച്ചിനെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ, ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്, നിഖില ചേച്ചിനെ ഒന്ന് കോൺടാക്ട്. ഇവരെല്ലാരും കിടന്നിട്ട് നിഖില ടാഗ് ചെയ്യാണ്, അല്ലെങ്കിൽ നേരെ ആൾക്കയക്കും. അപ്പൊ ആളുടെ ഇത് DMs ആള് ചെക്ക് ചെയ്യുമ്പോ ഇത്ര മെസ്സേജസ് വന്നിട്ടുണ്ട്, ചേട്ടാ ചേച്ചി ആഡിസിന്റെ പടം ഒന്ന് നോക്കോ, ദേ ഇയാൾക്കൊരു ചാൻസ് കൊടുക്ക്. അങ്ങനെയൊക്കെ ഇപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ പേര് നമ്മൾ പറയുമ്പോഴും കമന്റ് സെക്ഷനിൽ അങ്ങനെയൊക്കെ വരിക. ഫ്രൈഡേ ഫിലിം ഹൗസ്, ഗിവ് ദിസ് ബോയ് എ ചാൻസ്, നമ്മുടെ ആളാണ്,
ഭാവന സ്റ്റുഡിയോസ് നമ്മുടെ ആളാണ്. അല്ല അത് കാണുമ്പോൾ ആഡിസിന് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര അതാണ് ലൈഫിലൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയല്ലേ. ഞാൻ ഇവനൊക്കെ എന്നെ എവിടുന്ന് അറിയണേ, ഇവനൊക്കെ എനിക്ക് വേണ്ടിട്ട് ഇത്രയൊക്കെ പറയുമ്പോ ഈശ്വര. അപ്പൊ നമ്മുടെ അതാണ് എനിക്ക് ഐ ബിലീവ് when you do something, do it with the whole thing in your heart. So right now also for the film also I have also told Ricky, I've not got a producer yet. Ricky is saying that he'll produce and stuff, but still I have come to a thing that I believe so much in the film that I don't want any payment. Give me a percentage of a profit, back end profit. If the movie works, don't give me anything. Let me run, I will sell my t-shirts, I will give those advances, and then I'll make this film, and once the film releases and people like this film, anna pinne appo namukku aine pattittu samsarikam. എനിക്ക് അങ്ങനൊന്നും ആഗ്രഹമൊന്നുമില്ല, കാശ് അതൊന്നുമില്ല. എന്റെ ഇപ്പൊ കാശിന്റെ ഒക്കെ പോയി. പുതിയ മറ്റേ ടീഷർട്ടിന്റെ അവിടെ വെച്ചിട്ട് മറ്റേ ബ്രാൻഡ് 2000 രൂപ. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ആഡ്സ് ബിസിനസ് വേണ്ട, ആഡ്സ് ബിസിനസ് അറിയില്ല. അപ്പൊ അങ്ങനെ അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഇൻസ്റ്റഗ്രാമിൽ ആഡ്സ് ചെയ്യുന്നത് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആഡ്സിന്റെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് തിങ്ക് ചെയ്യുന്നതാണ്, ഓ ഇതൊരു ഭയങ്കര ഒരു മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച ആൾക്കാർ ഇതിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്യുന്ന ഒരാള് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് തോന്നും, പലർക്കും അത് തോന്നും. കമന്റ് സെക്ഷനിലൊക്കെ ഓടേ ഇവൻ മറ്റേ ഇൻസ്റ്റാഗ്രാം മൊത്തം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ, പടം ഒന്നും ഉണ്ടാവില്ല അവസാനം. അവരോടൊക്കെ ഞാൻ പറയുന്നത്, എടാ പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കണേ, വേറെ എനിക്കൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിലൊന്നും കിട്ടണില്ല, എനിക്കൊന്നും അതും വേണ്ട. എനിക്ക് സിനിമയാണ് ആഗ്രഹം. സിനിമ എനിക്ക് കുറച്ച് മൂത്ത വട്ടാണ്, എനിക്ക് അതാണ് എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഇന്ന് ഓൾറെഡി ഇൻസ്റ്റാഗ്രാം റീൽ ഇട്ടു. ഇന്ന് എത്രാമത്തെ ദിവസമാണ്? നമ്മൾ കുറച്ച് ലീഡിലാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ അന്നത്തെ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബേസിക്കലി ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വെൻ ദ ഇൻസിഡന്റ് അറ്റ് വയനാട് ഇസ് ഹാപ്പനിങ്, മൈ കണ്ടന്റ് ഇസ് വെരി ഹാപ്പി. ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡിസ്ക്ലെയിമർ, മക്കളെ ഇത് 4 ദിവസം മുമ്പ് എടുത്തോണ വീഡിയോ ആണ്, അതിന്റെ അടിയില് തെറി വിളിയാണ്. ആൾക്കാർ ഇങ്ങനത്തെ ഒരു ദുരന്തക്കൂടെ പോണ സമയത്താണോ ആഡ്സ് നീ നിന്റെ ഈ പരിപാടി എന്നൊക്കെ. അപ്പൊ ഞാൻ പറയും, അപ്പൊ ഞാൻ ഡിസ്ക്ലെയിമർ ഇട്ട് ഞാൻ പക്ഷെ അതിനുള്ളത് എല്ലാതും ഞാൻ ചെയ്യുന്നുണ്ട്. ബേസിക്കലി എല്ലാ റീലിലും ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്, അന്നത്തെ ദിവസം ഞാൻ പേ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചോദിച്ച് അപ്പനോട് അമ്മോടൊക്കെ ചോദിച്ചിട്ടാണ് ഇടുന്നത്. അവർക്ക് ഇങ്ങനെ വിജയം പ്രൊഡ്യൂസേഴ്സ് കൾട്ട് എന്ന ടീം ദാനം ചെയ്യുന്നു. അതൊക്കെ ചിലപ്പോ എന്റെ അപ്പനോട് അമ്മോട് പപ്പ മമ്മിയോട് ഇങ്ങനെ ഞാൻ പറയും. അപ്പൊ എല്ലാ നേരത്തും ഇങ്ങനെ ഞാൻ കാശിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോ അവരോടാണ് ചോദിക്കുക. അപ്പൊ അവരോട് ചോദിക്കുമ്പോ അവരുടെ ഇനീഷ്യൽ റിയാക്ഷൻ, എന്തോന്ന് കാണിക്കണേ, ഇവിടെ എന്താ കാശ് ഇതുമ്മയാണോ വരുന്നേ, മരത്തിലാണോ വരുന്നേ, നിന്റെ അപ്പന്റെ സ്വർണ്ണക്കടയാണോ എന്നൊക്കെ പറയാം എന്റെ അപ്പനമ്മേരെ സ്ഥിരം ഡയലോഗ്. പക്ഷെ സത്യം പറയട്ടെ, ഇതിനൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിക്കണ്ടല്ലോ അപ്പനും അമ്മമാര്. അപ്പൊ അതിന് പറഞ്ഞ അതൊക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പ അമ്മ ആൻഡ് ബ്രദർ? യാ, അപ്പനമ്മ ബ്രദർ, പട്ടികളുണ്ട് 2 പേര്. എനിക്ക് തോന്നുന്നു ആൽബിസും ഒരു അപ്കമിങ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവൻ എന്താ ചെയ്യണേ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചില നേരത്തെ അവനോട് എനിക്ക് ദേഷ്യം വരും, അവന്റെ ഓരോരോ വർത്താനം പറയുമ്പോ. അവൻ സത്യം പറയാലോ, മോട്ടിവേറ്റഡും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവന്റെ പരിപാടി എനിക്ക് എന്റെ പരിപാടി. അവനെ കാണുമ്പോ ഞാൻ പറയും, ഞാൻ അവനോട് പറയും, എടാ നീ എന്റെ പോലെ വല്ലതും പിടിക്കും, ഒരു എൻഡ് ഗോൾ വെച്ചിട്ട്. ഇവൻ മറ്റേ സെൽഫ് റിയലൈസേഷന്റെ ഒരാളാണ്. ഞാൻ ഇത് കണ്ടുപിടിച്ചു, അതാണ് സദ്ഗുരു പരിപാടി. ആഡ്സ് മോർ ഓഫ് ഇങ്ങനെ ഒരു ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, ഇങ്ങനെ ഭയങ്കര സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതും അങ്ങനെ നടക്കുന്ന ഒരാളാണെന്ന് നമ്മുടെ ആഡ്സിന്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ആഡ്സ് പൊതുവെ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് ആണോ, അതോ ക്ലോസ് സർക്കിളിൽ മാത്രം ഭയങ്കര സംസാരിക്കുന്ന? അല്ല, ജനറലി ഐ വാസ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ഞാൻ പ്രിമച്വർ ബേബി ആയതുകൊണ്ടായിരിക്കും. പറഞ്ഞാൽ ഞാൻ മമ്മിയുടെ വയറ്റിലായിരുന്നപ്പോഴും ബാഗ് വിട്, പുറത്തേക്ക് വിട്, സമയം പോട്ടെ നേരത്തെ ഇറങ്ങി ഓടി സമയം വിട്. അപ്പൊ ആ ഒരു വെപ്രാളുണ്ട് എനിക്ക് ഇപ്പോഴും. ആ വെപ്രാളം എല്ലാ കാര്യത്തിലുണ്ട്. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് സാഡൊക്കെ ആവുമ്പോ പറഞ്ഞ എനിക്ക് സാഡ് ആവാൻ ഇഷ്ടമല്ല. സാഡ് ആയാലും ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ ഭയങ്കര വലിയ
ബാഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതിൽ ഇരുന്ന് പോയാൽ ഞാൻ ഇരുന്ന് പോവും. ഇപ്പൊ ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ ഇരുന്ന് പോവും. പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് പോയി, പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഇല്ലാണ്ടായി. അങ്ങനെയാണ്. സോ ആ ഒരു സ്ട്രീക്കിൽ തന്നെ ആരൊന്നും പറയാണ്ട് അടിസ് അങ്ങനെ ഒരു ബ്ലിങ്ക് ഓഫ് സോണിൽ സ്പീഡിൽ പോയാൽ അത് എത്തും. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ലിറ്റിൽ സോ ഐ എം ലൈക്ക് ഓൾവേസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് തിങ്സ്. എന്തെങ്കിലും എന്താ അവിടെ ഇവിടെ എന്താ നടക്കണേ, ഇവിടെ എന്താ നടക്കണേ. ചിലപ്പോ ഒക്കെ സ്ഥിരത ഇല്ലാത്തൊരു സംസാരമാണ്. ഞാൻ ഇന്ന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വേറൊരു പുതിയ ആൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പൊ അത് അങ്ങനെയാണോ അപ്പൊ അത് അങ്ങനെ. അപ്പൊ ബേസിക്കലി ഇപ്പൊ എന്റെ ലൈഫിലത്തെ ഒരു സ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ. അത് ഇപ്പൊ ബേസിക്കലി എന്റെ വീഡിയോസ്, ഈ വീഡിയോ തന്നെ കാണുന്ന സമയത്ത് ഇവനെ എവിടത്തെയാടാ, ഇവനെ എന്താടാ പറഞ്ഞുള്ളത്. അതിപ്പോ ആരുടെ വീഡിയോയിലും താഴെ ആൾക്കാർ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമന്റ്സ് ഇടാവും, നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട. അയ്യോ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ആണ് ഏറ്റവും അടിപൊളി. അതെ, അത് തരുന്നൊരു മോട്ടിവേഷൻ അല്ലേ. അവരുടെ ബേസിക്കലി അവന് ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ റീച്ചിനാണല്ലേ റീൽ ഉണ്ടാക്കുന്നത്. അവന് എന്റെ സിനിമ അവന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അവന്റെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവന്റെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യണുള്ള ഒരു സന്തോഷല്ലേ. അത് ഭയങ്കര അടിപൊളി. ഭയങ്കര സന്തോഷ. അവൻ എന്നെ വിളിച്ച്, അവന് ഞാൻ കൊടുക്കുന്നുണ്ട് പണി. ആഡിസ് നമ്മുടെ നായകനെ കൂടെയാണ് എനിക്ക് തോന്നുന്നു ആ ഉള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളാണ് ആഡിസ്. അത് വിൻസി അതല്ല, ഞാൻ ആണുങ്ങളുടെ കാര്യം പറഞ്ഞു. അല്ലല്ല, ആൺകുട്ടികളിലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള നായികയിലെ ആൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്കിയാണ്. എനിക്ക് വെങ്കിയില് ഒരു ചെറിയൊരു മോഹൻലാലൊക്കെ ഞാൻ കാണും. അവര് രണ്ടുപേരും മുഖത്തിനുള്ളൊരു പരിപാടിക്ക് ഇരുന്നുണ്ട്. അവനൊക്കെ ഇനി വരണുള്ള അവന്റെ കുറെ പരിപാടികളോ നിങ്ങളൊക്കെ ഇത് ഇത് എക്സ്ക്ലൂസീവ്ലി ഞാൻ പറയണില്ല, പക്ഷെ നിങ്ങൾ എല്ലാരും അറിയും ഒരു വലിയൊരു ന്യൂസ്. അങ്ങനെ കുറെ ന്യൂസുകളുണ്ട്. ഞങ്ങളുടെ നായകന്റെ ഒരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്ത ആളൊരു പൊളി സംഭവമായിട്ട് വരുന്നുണ്ട്, അങ്ങനത്തെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ വെങ്കിയുടെ ന്യൂ മൂവി ഇറങ്ങാൻ പോകുകയാണെന്നാണ് എക്സ്ക്ലൂസീവ്ലി ആഡിസ് നമ്മളോട് വെങ്കിയുടെ ഒരു പുതിയൊരു മൂവി ഇറങ്ങില്ല, ഒരു അനൗൺസ്മെന്റ് വരും. അത് അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ നമ്മുടെ വേറൊരു ന്യൂസ് നായകന് ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ, ഇത് നിങ്ങൾക്ക് മാത്രമാണ്, ജാങ്കോ സ്പേസിൽ മാത്രം. ഞങ്ങളുടെ നായകനിൽ ചിലപ്പോ ഒരു വേഗം ഒരു കല്യാണത്തിന്റെ ഒരു ന്യൂസ് വരും. ഇപ്പൊ നമ്മുടെ മാളവികയും തേജസിന്റെ കല്യാണം, ഇനിയൊരു വേറൊരു കല്യാണത്തിന്റെ ന്യൂസ് വരും. അത് എക്സ്ക്ലൂസീവ്. അതേ കണ്ട എടുത്തോ ജാങ്കോ സ്പേസിനെ. പറയില്ല, നമ്മളോട് പറഞ്ഞത് അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ആരായിരിക്കും കമന്റ് സെക്ഷനിൽ. എനിക്കറിയാം ആരാണെന്ന്. ഞാൻ എന്നാ പറയട്ടെ? പറഞ്ഞു ശരിക്കും പറഞ്ഞു. അതൊന്നല്ല, നിങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ആളാ. എന്താണേലും ഇവിടെ വന്നിട്ട് ആഡിസ് ഈ ഒരു കാര്യം പറഞ്ഞു. എന്നാ പിന്നെ ഞാനെന്നാ പറയട്ടെ ആരാണെന്ന്. ഞാൻ ഗസ് ചെയ്യട്ടെ. ഒരു പേര് പറയാ, ഒരു പേര് പറയും. അപ്പൊ എന്റെ റിയാക്ഷൻ ഒരു പേര് റിയാക്ഷൻ അല്ല, ആ ഒരു പേരില് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ആഡിസ് എന്നോട് പറയണം. ഞാൻ പറയുന്ന ആളുടെ ശരിക്കും അയാളാണെങ്കിൽ ആഡിസ് അത് പറഞ്ഞിരിക്കണം. അത് ചിലപ്പോ എന്റെ മുഖത്ത് കാണും. ഇല്ലില്ല, അതെനിക്ക് പേടിയായി തുടങ്ങി. ഇത്ര കോൺഫിഡൻസ് എന്താണേലും ആഡിസ് ഈ ഒരു അനൗൺസ്മെന്റ്, നമ്മളിത് ഈ ചർച്ചയിൽ ഉണ്ടായാത്ത ഒരു കാര്യമാണ് ആഡിസ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചെയ്യാൻ ആഡിസ് ചെയ്തു. ഇനി ആഡിസ് പറയില്ല. പരിപാടി നിർത്ത്. ആഡിസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നായകനില് നമ്മുടെ പ്രേക്ഷകര് ഒരാളുടെ കല്യാണം വരുന്നുണ്ട് എന്ന് അറിയുമെന്ന്. അപ്പൊ ഞാൻ ആഡിസിനോട് ചോദിക്കാൻ പോകുന്ന, ആഡിസ് എന്റെ മുഖത്തേക്ക് നോക്കൂ, തിരിയൂ ആഡിസ്, തിരിയൂ ആഡിസ്, തിരിയൂ.
ഇപ്പൊ ഒരു സംശയം, എനിക്ക് ശരിക്കും ആളെ അറിയാം. അത് ചെലപ്പോ അയ്യോ ഒരിക്കലും അറിയത്തില്ല. അവിടെ ഒരു കോണ്ടാക്ട് എടുക്കണ്ടില്ലേ, അവിടെ ഒരു കോണ്ടാക്ട്, ആ കോണ്ടാക്ട് കാരണമാണ് ഞാൻ എനിക്ക് ഇന്ന് ഇന്റർവ്യൂവിന് വരാൻ പറ്റിയത്. അതല്ല ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ച, ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. തിരിയൂ, ഞാൻ പറയാം ആരാണെന്ന്. പറയട്ടെ? പറയണ്ട, ഞാൻ പറയട്ടെ? വേണ്ട, വിട്ടേക്ക്. ഞാൻ പറയട്ടെ ആരാന്ന്? വേണ്ട. ഇല്ല, ആഡിസ് ഇത് നമ്മളോട് പറഞ്ഞു പോയി. എനിക്കപ്പം ഞാൻ ചോദിച്ചപ്പോ ആഡിസ് പറഞ്ഞു അത്രയ്ക്ക് അറിയാമെങ്കിൽ ആളെ പറഞ്ഞു ഇതൊന്നും അല്ലാന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്. അതിന്റെ പൊന്നു വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ വെച്ചിട്ട് വേണ്ട, വിട്ടേക്ക്. ഇത് വേണ്ട. ഈ ടോപ്പിക് നമുക്ക് ഇവിടെ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. പേടിപ്പിച്ച് കരുണ മിക്കത് അതും തന്നെയായിരിക്കും. വേണ്ട, നമുക്ക് അത് വിട്ടേക്ക്. എന്താണെങ്കിലും സൂൺ ഇപ്പൊ ഒരു 2 വീക്സിൽ അത് അനൗൺസ്മെന്റ് വരും. അപ്പം നമ്മൾക്ക് ആൾക്കാർ അത് അറിയും. അപ്പൊ നമ്മൾ എന്തിനാ അത് പറയുന്നത്? അപ്പൊ അറിയാല്ലേ? ശരി, ഓക്കെ. അറിയാം. അപ്പം ആഡിസ് മലയാളം പഠിച്ചോ? അത് അതിന് ടെസ്റ്റ് വെക്കരുത്. ടെസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 years ആയി. അപ്പം അതിന്റെ ഇടയിൽ എപ്പോഴും ആഡിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മലയാളം പഠിക്കുന്നുണ്ട്. ബിക്കോസ് മലയാളം മൂവീസിലേക്ക് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി മലയാളം അറിയണം എന്ന്. ഞാനൊരു വെറുതെ 3 വാക്ക് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് വായിക്കാൻ വേണ്ടി പറയും. അത് വായിക്കണം. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? അത് ഞാൻ വായിക്കാം. ആ വായിക്കേണ്ട സ്പീഡില് ആ സ്പീഡ് ഒന്ന് കൂട്ടിയാൽ മതി. അതെന്താണെന്നറിയോ? ഞാനത് വായിച്ചു തുടങ്ങും, നിങ്ങൾ ഉറങ്ങിപ്പോവും. അത് അവസാനിപ്പിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാമല്ലോ. നോക്കാം. അത് ആഡിസ് ഞാൻ എന്തൊക്കെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിന്നൊരു ആദ്യം ഓർമ്മ എടുക്കും. എവിടെ ക്യാമറ? ഞാൻ വായിക്കാം. ആകസ്മികം എടുത്ത് കയ്യിൽ വെച്ചേക്ക്. പഠിച്ചു. വേണ്ട, ഇനി മതി. എനിക്ക് ലോട്ടറി അടിച്ചു. ഒരെണ്ണം മതി. അയ്യോ വേണ്ട. ഇല്ല. എന്നിട്ട് ഞാൻ പാളും. അപ്പൊ പാളണ്ട് എടുത്തിട്ട് ഇടും. അതാണ് പരിപാടി. മനസ്സിലായി? വേണ്ട. എനിക്ക് ഒരെണ്ണം ടാസ്ക് വന്നിട്ട് വായിക്കുന്നു പറഞ്ഞു. ശരി, ഞാൻ വായിച്ചു കഴിഞ്ഞു. ഒരെണ്ണം എടുക്കൂ. മംഗ്ലീഷ് ആണ്, അപ്പം വായിക്കാൻ പറ്റും എന്താണെങ്കിലും ആഡിസിന്. ഇതാണ് പ്രശ്നം. ഈ ഡബിൾ എൻ ഐ ഹാവ് നെവർ ഫിഗർഡ് ഔട്ട് ഇൻ മലയാളം. അത് വായിക്കും. സമയം എടുക്കരുത്, പെട്ടെന്ന് വായിക്കും. ഇതൊരു ടാസ്ക് അല്ലേ? ടെൻഷൻ അടിക്കുന്ന ആഡിസ് വായിക്ക്. പേരു മണി പണി മണുപണി. പേരു മണി പണി പണി മണു മണ്ണു പണി. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ എന്റെ പ്രശ്നം ഉണ്ടാക്കും. മണ്ണ് പണി. അതൊന്ന് ഒരു 3 വട്ടമെങ്കിലും 5 വട്ടം തന്നെ ഞാൻ വിചാരിച്ചേ. പേര് മണിപ്പണി മണുപണി. മണ്ണുപണി. മണ്ണ് കണ്ടില്ലേ പറഞ്ഞ ഈ ഡബിൾ എന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇത് ഈസി അല്ലേ? പെട്ടെന്ന്. പേര് മണിപ്പണി മണ്ണുപണി. മണ്ണുപണി. ഇത് ഞാനാ പറയുന്നത്. പേര് മണിപ്പണി മണുപണി. അതെ, മണ്ണുപണി. അതെ, പേര് മണിപ്പണി മണ്ണുപണി. പേര് മണിപ്പണി മണ്ണുപണി. ഓക്കെ. അടിപൊളി. ഒന്നും കൂടെ. 3 ഉണ്ട്. എന്നാ എടുക്കൂ. എന്റെ പേര് കരുണാന്നായി പോയി, ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ കുട്ടൻ കുപ്പി തപ്പി തട്ടൻ തട്ടിക്കുപ്പി. തട്ടാൻ തട്ടിക്കുപ്പി. ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് സ്പീഡ് വായിച്ചാൽ മതി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടിക്കുപ്പി. അല്ലേ? സ്പീഡ് വായിച്ചോ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടിക്കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടിക്കുപ്പി. ഇത് അച്ഛന്മാര് കുട്ടൻ കുപ്പി തപ്പി പ്രസംഗിക്കുന്ന പോലെ ഉണ്ടല്ലോ. തട്ടാൻ തട്ടിക്കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ. വെരി ഗുഡ്. ഒന്നും കൂടെ. ഇതിനു വേണ്ടിട്ടാ വെയിറ്റ് ചെയ്യണ്ടായിരുന്നല്ലേ? ഇതെങ്ങനെയാ ആദ്യം കിട്ടാത്ത ആഡിസിന് ഇപ്പൊ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തിയേനെ. മനസ്സിലാക്കാത്ത മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടി മനസ്സിലാക്കാത്ത പോകും. മനസ്സിലായോ? പറഞ്ഞല്ലോ, 2 വട്ടം പറഞ്ഞു. മനസ്സിലാക്കാത്ത മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടി മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അതല്ലേ? ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ആഡിസ്. ഓക്കെ, അപ്പം മലയാളം വായിക്കാൻ അറിയാവുന്ന
നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. ഉം. ഇപ്പൊ നല്ല രീതിയിൽ മലയാളത്തിൽ ടങ് ട്വിസ്റ്ററും ചെയ്തു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവം ഇത് രണ്ടും ഭയങ്കര ടഫായി. ഇച്ചിരി കുറെ ആൾക്കാർ എന്നെ ട്രോൾ ചെയ്യണ പരിപാടിയാണ്. എൻ്റെ ഫ്രണ്ട്സ് വരെ നായികൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. പെട്ടെന്ന് കരയുന്ന ആളാണോ ആഡിസ്? ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലേ. എന്നെ ഒരു 2 ചീത്ത അങ്ങനെ പറഞ്ഞ ഞാനിങ്ങനെ പോവും. പെട്ടെന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആഡിസിന്റെ കണ്ണ് നിറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് അങ്ങ് അതെ എനിക്ക് ചില ആൾക്കാരോട് ഇഷ്ടം ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സാഡ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. അത് എൻ്റെ ഒരു അതിന്റെ ഡിഫക്റ്റ് ആണോ അല്ലേ? പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇറ്റ്സ് നൈസ് ടു ക്രൈ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബോയ്സ് ഷുഡ് നോട്ട് ക്രൈ. ബോയ്സ് ക്യാൻ ക്രൈ, ഷുഡ് ക്രൈ. യു ഷുഡ് ലെറ്റ് ഔട്ട് ഫീലിങ്സ്. ഈ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ കരയില്ല എന്നല്ല. ബേസിക്കലി ഭയങ്കര സ്ട്രോങ് ആത്ത ആൾക്കാർ കരയുമ്പോൾ ആരും കാണുന്നില്ല എന്നാണ്. നായകനിലെ ഒരു നോട്ട് ഫേവറേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ ഇത്രയും ഇയർ ആയി എല്ലാരും അവരവരുടെ ലൈഫായിട്ട് ബിസിയാണ്. അപ്പം അതിൽ ഇപ്പോഴും എപ്പൊ എന്ത് ആവശ്യത്തിനും എനിക്ക് വിളിക്കാം. പ്ലാൻസ് ഉണ്ടാക്കുന്ന ആള് ഞാൻ. എന്തിനു വേണ്ടിട്ട് ഇവിടെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാക്കുന്നത് ഞാൻ. പ്ലാൻ അല്ല, എന്തിനും ആഡിസിന് ഇപ്പം വിളിച്ചാൽ, ഇപ്പം ഞാൻ വിളിച്ചാൽ അവരിപ്പൊ വരും അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ആഡിസിനെ തന്നെ വിളിക്കും. അല്ല ആഡിസ് അത് മാത്രം അറിയില്ല. ബാക്കി എല്ലാരും വിളിച്ചാ ഞാൻ വരും. അതല്ല അപ്പൊ എന്താ പറയണേ? ആഡിസ് ഇപ്പം ഒരാളെ വിളിക്കണം. ഫോർ എക്സാമ്പിൾ വിൻസി അല്ലെങ്കിൽ സിദ്ധി. നമ്മുടെ സിദ്ധിനെ വിളിക്കുവാണ്. ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര നീ ഇവിടെ എറണാകുളത്തുണ്ട്, ഇങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിളിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട് നായകനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? വിൻസിയുടെ കൂടെ ഏറ്റവും കൂടുതൽ തല്ലുകൂടിയാലും വിൻസിക്കാണ് എന്നെ ഭയങ്കര ഇഷ്ടം. അതെനിക്കറിയാം. വിൻസിയുടെ മെറിറ്റുകളും ട്രോഫീസും എല്ലാ അടിപൊളി സംഭവങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണ്. വെങ്കി സെയിം. അവന്റെ എല്ലാ അക്കംപ്ലിഷ്മെന്റ്സ് മീൻ ടു മീ. അവരൊക്കെ ജയിക്കുമ്പോൾ ഞാൻ ജയിച്ച പോലെയൊക്കെ എനിക്ക് തോന്നാറ്. വെങ്കി വിൻസി. വെങ്കി വിൻസി ആണ് നായിക. അപ്പം ഇപ്പം വെങ്കി എവിടെ ഉണ്ട്? വെങ്കി ട്രിവാൻഡ്രത്തായിരിക്കും. അല്ല, പക്ഷെ അത് പറയാൻ പറ്റില്ല. എവിടെയാണ് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗസ്റ്റ് ന്യൂസ് ദാറ്റ്. അപ്പൊ വിൻസിയോ? വിൻസി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാമോ? വിൻസി വീട്ടിലായിരിക്കും. അപ്പൊ വിൻസിയുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് വിളിച്ചിട്ട് പറയാമോ, വിൻസി ഞാനിങ്ങനെ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, വരാമോ എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഷൂട്ടില അല്ലെങ്കിൽ അവള് യെസ് എന്ന് പറയാം. ഫോർ ഷുവർ. ആളങ്ങനെയാണ്. ആള് പാവ. അതൊന്നും ഷൂട്ടിലാണ് ഫോൺ എടുക്കില്ല. അല്ലെങ്കിൽ ഫോർ ഷുവർ ഷൂട്ടിലാണ്. അല്ലെങ്കിൽ എടുക്കും. അല്ലെങ്കിൽ മൂന്നാമത്തെ റിംഗിൽ തന്നെ ഫോൺ എടുക്കും. ആഡിസ് ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട്, ഇപ്പം വിൻസിയും വെങ്കിയും എടുക്കുന്നില്ല, വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ എവിടെയെങ്കിലും നിൽക്കുവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം, 50 100 കുറച്ച് എമൗണ്ട് എത്രയാണ് ആഡിസിന് ചോദിക്കാം. 25 പെട്രോൾ അടിക്കുവോ? 28 പെട്രോൾ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പം പെട്ടെന്ന് എനിക്കൊരു 28 രൂപ തരാമോ എന്ന് ചോദിക്കും. അപ്പൊ 72 രൂപ ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 28 രൂപ എന്റെ കയ്യിലില്ല. അതല്ല, കാശ് പറയുമ്പോഴേക്കും ആൾക്കാര് ഇല്ല. എടാ വിശ്വ, എടാ ഞാനൊരു ചെറിയൊരു സീനിലാടാ. ഇവിടെ ഞാൻ ഈ പെട്രോൾ പമ്പിലാ. അപ്പോൾ ഹലോ ആടാ, ഞാൻ പെട്രോൾ പമ്പിലാ. അപ്പോൾ പെട്രോൾ പമ്പിൽ ഇപ്പോൾ കാശ് 100 രൂപയ്ക്ക് ഞാൻ അടിച്ചു, പക്ഷെ എൻ്റെ കയ്യിൽ കാശ് കൊടുക്കാനില്ല. അപ്പോൾ ഞാൻ 72 രൂപ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേയിൽ ഉണ്ടായിരുന്നു, 28 രൂപ ഇല്ല. അപ്പോൾ 28 രൂപ നീ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുമോ? ഈ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ പെട്രോൾ എടുക്കുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നോട് ഞാൻ
ഇങ്ങനെ ചോദിക്കണ്ട്, നീ ഒന്ന് പ്ലീസ് ഒന്ന് എനിക്ക് അയച്ചാടാ, എനിക്ക് പ്ലീസ് എനിക്ക് 28 രൂപ ഗൂഗിൾ പേ ചെയ്താട്ടാ. ചിരിക്കല്ലേ ബ്രോ, ഇവിടെ ആൾക്കാരൊക്കെ എന്റെ സെൽഫി എടുക്കണ്ട്, ഇയാള് എന്നോട് 28 രൂപ എപ്പോ തരും എന്ന് പറഞ്ഞിരിക്കണ ഇയാള്. താങ്ക്യൂടാ, താങ്ക് യു വിശ്വ. ഇതൊരു പ്രാങ്ക് ആയിരുന്നു ബ്രോ. ഞാനിവിടെ നമ്മുടെ ജാങ്കോ സ്പേസിൽ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നേക്കായിരുന്നു. അപ്പൊ അവര് ഹലോ വിശ്വ. വിശ്വ അതെ ഇവിടെ കരുണ. ഹലോ വിശ്വ. ഹായ്. ഓക്കെ ശരിടാ. ഓക്കെ വിശ്വ, താങ്ക് യു. ഓക്കെ ബൈ 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 ബൈ. അങ്ങനെ വിൻസിയും വെങ്കി എടുത്തില്ലേ, നമ്മുടെ എല്ലാം വി ആണല്ലോ. വി ഫോർ വിക്ടറി. ഇവരെല്ലാരും വിശ്വസിക്കാം, വികാരെ വിശ്വസിക്കാം, മറ്റേ അക്ഷരങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ല ഇല്ല കേട്ടോ, എല്ലാരും അടിപൊളിയാ. ഇപ്പം അല്ലാതെ ഇപ്പം ഡെഫിനറ്റ്ലി അത് ആഡിസ് പറയത്തില്ല, എന്നാലും ഉള്ളതിൽ അങ്ങനെ ഇപ്പോഴും അങ്ങനെ വലുതായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കോണ്ടാക്ട് ഇല്ല. കുട്ടി ആദ്യം ആള് കാനഡ പോയേക്കാ. സോ അധികം കോണ്ടാക്ട് ഇല്ല. അന്ന് പോയതാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. ബാക്കി എല്ലാരോടും എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ മിണ്ടി പറഞ്ഞിട്ടൊക്കെ ഇരിക്കും. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും പടം ചെയ്യണം, സിനിമ ചെയ്യണം. പിന്നെ ചില ആൾക്കാർ സം പീപ്പിൾ ക്വിറ്റ് സിനിമ. ദാറ്റ്സ് വൺ തിങ് അബൌട്ട് സിനിമ. ഇഫ് യു വാണ്ട് ടു ക്വിറ്റ്, യു ക്വിറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത് വേഗം ചെയ്യാം. പിന്നെ നമ്മുടെ പോലെ പൊട്ടന്മാര് പിന്നാലെ സിനിമ പ്രാന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ഒരു സീനായിട്ടുള്ള സീനാണ്. ആഡിസിന് വിഷമം വരാറുണ്ട്. വിഷമം നോട്ട് അസൂയ, സങ്കടം വരാറുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് വരും എന്ന് പറയുന്നു. ഇപ്പൊ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മൂവീസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആഡിസിന് കിട്ടിയ പോലുള്ളൊരു സന്തോഷമുണ്ട്. അല്ലാതെ ഇപ്പം ആഡിസിനെക്കാട്ടിലും ഡിസേർവിങ് അല്ലാത്ത മേ ബി കാണും ആൾക്കാർ. അപ്പം അവർക്ക് ആഡിസിനെക്കാട്ടിലും ചാൻസസ് കിട്ടുന്നു എന്നുള്ള ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ആഡിസിന് ഒരു ചെറിയ സങ്കടം തോന്നാം. നമ്മുടെ സിനിമ പ്രാന്തായതുകൊണ്ട് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ എന്താ പറയാ, ഒരു ഡേജാവു മൂമെന്റാ. ഞാൻ നായികനിൽ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വാൾ എടുത്തിട്ട്. അപ്പൊ ആ ടാസ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ കാലായി എല്ലാരും മാറിപ്പോയി, നമ്മളൊന്നും വേണ്ടാണ്ടായി, എല്ലാരും ഇപ്പൊ വലിയ വലിയ നിലയിലാണ്, നമ്മളൊന്നും ആയിട്ടില്ല. At this very moment I am the only one who is passionate about cinema and has not reached anywhere. And I think I will do it with this film. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ അതൊരു വാട്ട് ഐ സെഡ് ബാക്ക് ദെൻ ഇസ് മൈ അവസ്ഥ റൈറ്റ് നൗ പോലത്തെ ഒരു ആകെ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ നാളെ ആരും പൊളിക്കലല്ല പരിപാടി, ടീഷർട്ട് വിൽക്കലാണ് പരിപാടി. പക്ഷേ at the end of the day anybody can, through my reels everybody can understand one thing, that this is your guide to make cinema. ഈ 276 ദിവസം നിങ്ങൾ കാണുന്ന റീലിൽ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഈ 276 ദിവസം ഇവൻ എങ്ങനെയാ കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ പിടിച്ച, കഷ്ടപ്പാടെന്ന് പറയേ പാടില്ല. എനിക്ക് അത് പറയരുത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാല് അത് കഷ്ടപ്പാടായി മാറും. ഐ ഫൈൻഡ് ഇറ്റ്സ് അതിലൊരു ഫൺ ഉണ്ട്, അതിലൊരു അടിപൊളി ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ഹാപ്പൻ. വിൽ ഇറ്റ് റിലീസ്, വിൽ ഇറ്റ് നോട്ട് റിലീസ്? പിന്നെ ഞാൻ ഓപ്പൺലി പറയാണ്, ഇത് ബേസിക്കലി ആൾക്കാരോട് ചോദിച്ചിട്ട് ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്ന പടമാണ്. ഇത് പേരിൽ മാത്രം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ആഡിസ് ആന്റണി എന്നൊക്കെ വരുള്ളൂ. ഇത് ബേസിക്കലി മറ്റേ ട്യൂഷൻ ടീച്ചറിനൊക്കെ വെച്ചിട്ട് എക്സാം എഴുതുന്ന പോലെ എൻ്റെ കൂടെ കുറെ പേര് സ്ക്രിപ്റ്റിനും ഡയറക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഒക്കെ ഉണ്ടാവണ പടമായിരിക്കും. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പൊ 6 വർഷമായി നായകൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് വന്നു, മൂവി എന്നുള്ളൊരു ഫീൽഡിലേക്ക് ആഡിസ് ഇറങ്ങി. അപ്പം അതിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്ക് 2021 2 ഷോർട്ട് ഫിലിം കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം വലുതായിട്ടൊരു ആക്റ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങുന്നതിനെ പറ്റിയിട്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കൊന്നും തീരെ ഇഷ്ടമല്ല. വേറെ ആൾക്കാര് കാശ് വാങ്ങല് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അതൊക്കെയാ ചെയ്യാ. ഷോർട്ട് ഫിലിംസിനൊക്കെ നമ്മൾ വേറെ ആൾക്കാരിൽ നിന്ന് കാശൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അതൊക്കെ ചിലപ്പോ ഇത് ഹിറ്റ് ആവുമ്പോ നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ചിലപ്പോ അത് ഹിറ്റ് ആയില്ലെങ്കിലോ ആ കാശ് തന്നെ ഞാൻ തിരിച്ച് ആ ചേട്ടന് കൊടുക്കണം. അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരുമ്പോ ഭയങ്കര സീനാ.
വീട്ടിലത്തെ പിന്നെ ആ ഒരു അതൊക്കെ എൻ്റെ അപ്പനമ്മയ്ക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്ന സംഭവം. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ സിനിമ ലൈന്. ഇതാണ് ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങലും, ആൾക്കാർക്ക് സ്ട്രഗിൾ ഉണ്ട് എപ്പോഴും. ഉണ്ട്. കാശ് വാങ്ങുന്നത് അതൊരു സംഭവമാണ്. അത് പിന്നെ അവര് ഈ നമ്മൾ കാശ് വാങ്ങുന്ന ആൾക്കാർ നമ്മുടെ പിന്നാലെ നടക്കുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ അപ്പൻ്റെ അമ്മേരൊക്കെ കൂടെ ആയിരിക്കും. അപ്പൊ അവര് വന്നിട്ട് എടാ നിനക്ക് ഞാൻ തന്ന കാശ് എവിടെയാ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സീനാണ്. അതൊക്കെ ഭയങ്കര സീനാണ്. അതൊന്നും നമ്മള് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ മ്യൂസിക് വീഡിയോ ഒക്കെ ഹിറ്റ് ആവുന്നതാണ് നമ്മുടെ തലയിലൂടെ. പക്ഷെ അതൊക്കെ ഒന്നും വർക്ക് ആവാണ്ടാവുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതില്ലേ അത് വേറെയാ. പിന്നെ അതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിൽ അഭിനയിക്കാൻ വരുന്ന ആൾക്കാരും ചോദിക്കുന്നത് നിങ്ങൾ ഇതിന്റെ മുമ്പ് ചെയ്തോണ്ട് വർക്ക് എന്താണ്. നമ്മുടെ കയ്യിൽ അത് കാണിക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ. അപ്പൊ എനിക്കൊന്ന് അടുത്ത ഒരു സൂൺ ഒരു ആൽബം ഷോർട്ട് ഫിലിം അത് ചെയ്തിട്ടുണ്ട്. സെയിം ചാർലിയും കേവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മോനിഷ ഉണ്ടായിരുന്നു. മോനിഷ പിന്നെ അടിപൊളി ബോസ് ക്വീൻ ഗേൾ ആണ്. ആളെന്നെ സ്വന്തമായിട്ട് പരിപാടികളെല്ലാം ചെയ്യും. ആളെന്നെ പ്രൊമോഷൻ ആൾക്കാര് സെറ്റാക്കും. ആളെന്നെ എല്ലാതും ഭയങ്കര അടിപൊളിയാ. സ്വയം ഡയറക്ടറും കൂടി ഒക്കെ ഇതിന്റെ ആ ഒരു ഓറൊക്കെ ഉണ്ട് ആൾക്ക് അറിയാം എന്താ ചെയ്യണം. നമ്മുടെ പോലെയല്ല, നമ്മളൊക്കെ പൊട്ടന്മാരാ. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കുട്ടി സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഫുൾ they know what to do, what not to do and stuff like that. നമ്മളൊരു റാപ്പിഡ് ഫയർ സെഷനിലോട്ട് പോകുകയാണ്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, ബുദ്ധിമുട്ടിക്കത്തില്ല. ഫസ്റ്റ് സിനിമയിലെ നായിക സങ്കല്പത്തിൽ വരുന്ന നായികമാർ ആരൊക്കെയാണ്? ഫസ്റ്റ് സിനിമയിലത്തെ ഫസ്റ്റ് സിനിമയിലത്തെ നായിക എനിക്ക് കുറച്ചുകൂടി ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടറാണ് മനസ്സിലുണ്ടായിരുന്നത്. മലർ മാം പോലത്തെ ഒരു ക്യാരക്ടറൊക്കെയാണ് ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ആ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആക്ട്രസ് അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ അദിതി ബാലൻ ആൾ അടിപൊളിയാണ്. അതൊക്കെയാണ് എൻ്റെ സങ്കല്പങ്ങൾ. അപ്പം ഈ നമ്മള് റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണത്തിന് പോകുമല്ലോ, അപ്പൊ റിലേറ്റീവ്സിന്റെ അല്ലാതെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്നത് മോസ്റ്റ്ലി ആ ഒരു കല്യാണം കൂടാനായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ചുമ്മാ വായി നോക്കാൻ പോവാം അങ്ങനത്തെ ഉള്ളൊരു ഇതുകൊണ്ടാണോ? എനിക്ക് ബേസിക്കലി കല്യാണങ്ങൾക്ക് പോകാൻ തീരെ ഇഷ്ടമില്ല. അതെന്താന്ന് വെച്ചെങ്കിൽ മമ്മി പപ്പേനെ വലിച്ചു കൊണ്ടുപോകാൻ. അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മോനെ പടം എന്തായി, അതാണ് ഈ പടം എന്തായിന്റെ ഉത്തരം എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ല. പടം എന്തായി വീട്ടുകാരെക്കാളും നാട്ടുകാരെയും കൊണ്ട് അവർക്കാണ് പടം എന്തായി. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന സമയത്ത് മോനെ പടം എന്തായി ഞാൻ പറഞ്ഞുതരാം പടം എന്തായി, ഞാനൊന്ന് പടം ഉണ്ടാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് പടം ഉണ്ടായാണ്. അതാണ് എനിക്ക് അതൊക്കെ തീരെ ഇഷ്ടമില്ല. ഇപ്പൊ സിനിമയില്ലേ ആ ചോദ്യം, അതൊന്നും തീരെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം. അത് കാരണം ഞാൻ അധികം പോവാറില്ല. പിന്നെ നമ്മുടെ അറിയുന്ന ആൾക്കാരൊക്കെ കല്യാണത്തിന് പോകണോ അത് പിന്നെ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട്. വൈൽ ഡൂയിങ് നായകൻ അറ്റ് എനി പോയിന്റ് നമ്മുടെ നായികമാരിൽ ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ബേസിക്കലി എല്ലാവരോടും ക്രഷ് തോന്നും. എനിക്ക് ബേസിക്കലി എല്ലാരും ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാർ അല്ല, ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരില്ലേ, അവര് പറഞ്ഞിട്ട് ചേട്ടാ ഫോട്ടോ എടുക്കുക. അപ്പൊ അവരെ കാണുമ്പോഴും ശരി, അപ്പൊ ഞാനൊരു സംഭവമാണ്. എന്നാലും നായകനിൽ നിങ്ങൾ 2 മാസം എല്ലാരും ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം ആ ടൈമില് ഒരാളോട് നമുക്ക് ഈ കുട്ടി കൊള്ളാം അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നത്തില്ലേ? അങ്ങനൊക്കെ ചോദിച്ചാൽ എനിക്ക് സമൃദ്ധ ചേച്ചിയായിട്ട് ക്രഷ് തോന്നിയിട്ടുണ്ട്. കാര്യം പറയുന്നില്ല. ശരി, ഞാനത് വിട്ടേക്കുന്നു. പിന്നെ ഈ നായകന്റെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ പബ്ലിക്കിന് അറിയാത്ത എന്തെങ്കിലും ഒരു വഴക്കോ സംഭവം അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? പബ്ലിക്കിന് അറിയാത്ത വഴക്ക് അത് ബേസിക്കലി ആ സ്മോക്ക് ഒരു മറ്റേ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ സെലിബ്രേറ്റ് ചെയ്യില്ലേ, നമ്മുടെ സ്റ്റേജിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം പൊട്ടും. അങ്ങനെ എന്തെങ്കിലും അനൗൺസ്മെന്റ് എന്നൊക്കെ പറയുമ്പോ എന്ന് പറഞ്ഞ പൊട്ടില്ലേ. അപ്പൊ ആ സാധനം ഒരെണ്ണത്തിന് അവിടുന്ന് സ്മോക്ക് വരുന്നായിരുന്നു. അപ്പൊ എല്ലാരും പേടിച്ചിട്ട് നിക്ക. അപ്പൊ മോളിന്ന് അവിടുന്ന് ഇവിടുന്ന് നമ്മുടെ ആള് ഡയറക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും ആ വയർ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാ.
അപ്പൊ ഞാൻ ഓടി എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ മൈക്ക് വന്ന്, എടോ പൊട്ടാ നിന്നോടല്ലടാ ടീമിലത്തെ ആൾക്കാരടാ. അത് കേട്ടപ്പോ മൊത്തം ആൾക്കാർ ഇങ്ങനെ നോക്കിക്കില്ല. ഇത് ലാൽ ജോസ് സാറാണ് മൈക്കിൽ പറയണേ, എടോ പൊട്ടാ നിന്നോടല്ലല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കര, അന്നത്തെ ദിവസം എന്റെ മൊത്തം എപ്പിസോഡുകളും പോയി, ഹാഫ് ഉള്ളിൽ മൊത്തം ഗ്യാസും പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. ഓക്കെ. ഇപ്പം വീട്ടില് ഡെഫിനറ്റ്ലി ഇപ്പം ആഡിസിന് 30+ ആണ്. അപ്പം നമ്മുടെ മലയാളികൾക്ക് ഓൾറെഡി ആ ഒരു കല്യാണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് കല്യാണം പെട്ടെന്ന് കഴിക്കാനായിട്ട് എന്തെങ്കിലും പ്രഷർ ഉണ്ടോ? പ്രഷർ ഇല്ലാത്ത വീടുകളുണ്ടോ? എല്ലാ സ്ഥലത്തും 30 ബേസിക്കലി 20 കഴിഞ്ഞാൽ തന്നെ തുടങ്ങി. ഇവനെ നമുക്ക് നല്ലൊരു ചെക്കനെ നോക്കാം. ഒരു 25 വയസ്സ് കഴിയുമ്പോ എടാ നിനക്ക് ഞങ്ങൾ നോക്കിക്കോട്ടെ എന്നാവും. അത് കഴിഞ്ഞിട്ട് 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അത് കഴിഞ്ഞിട്ട് 35 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്ക. അങ്ങനെയൊക്കെയാണ്. മറ്റേതും കൂടെ ചോദിക്കായിരിക്കും, സത്യം പറ മോനെ കുഴപ്പമില്ല സെയിം ജെൻഡർ, ഇപ്പം എല്ലാരും കേൾക്കുന്നത് അതാണല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ എന്ത് കേട്ടാലും കണക്കാണ്. ഇതിപ്പോ എല്ലാരും ആ ഒരു കാറ്റഗറിയിൽ ഇട്ടിട്ട് കത്തിച്ച് പൊട്ടിച്ചെറുക്കാൻ വേണ്ടി തോന്നും. ചില നേരത്തെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. ഇപ്പൊ എന്താടാ നിന്റെ പടം, ചേച്ചി വന്നേ, ചേച്ചീനെ ആ വാതിൽ തുറന്നിട്ട് ആ റൂമിലേക്ക് കയറ്റി അയലടച്ചു. ഇനി ആരെങ്കിലും വേറെ വന്നിട്ട് എന്നോട് പറയാ നിന്റെ കല്യാണമില്ല, ചേച്ചി വാ ഒരു മിനിറ്റ്, ആ വാതിലെടുത്ത് തുറന്നു ആ ചേച്ചീനെ അയൽ കിട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഓരോ ചെറിയ സംഭവം. പിന്നെ ഈ കമന്റ് സെക്ഷനില് ഇവന്റ് റീച്ചിന് വേണ്ടിട്ടാ ചേട്ടൻ വന്നാ കിട്ടും, ആ വാലോർന്ന് അയൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത് എന്റെ മനസ്സിലുണ്ടാവണം. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഒരു പടക്കത്തിന്റെ ഒരു കടയാണ്. എന്നിട്ട് ആ പടക്കത്തിന് കടക്ക് തീയിട്ടിട്ട് അത് അങ്ങോട്ട് പൊട്ടിച്ച് തെറി, നമ്മുടെ മനസ്സിലാണ് പൊട്ടി തെറിക്കണത്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി, അത് ഒക്കെ നടക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം സമയം എന്റെ തലേന്ന് നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓൺ ആയിട്ട് നിൽക്കണേ. അവർക്ക് ആർക്കറിയില്ലല്ലോ ഞാൻ 8-10 ആൾക്കാരെ കൊന്നിട്ടാണ് ഞാൻ വന്നിട്ട് ഇരിക്കണത് ഇവിടെ സംസാരിക്കാൻ വേണ്ടിട്ട്. സൈക്കോ കൊലയാളിയാണ്. മനസ്സിൽ നമ്മളെ ദേഷ്യം വരുമ്പോ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ആനന്ദം. ബിഗ് ബോസിന് ഇതുവരെ എങ്ങനെ വിളി വന്നിട്ടുണ്ട്. ബിഗ് ബോസ് എന്റെ ഒരു സംഭവം ലാസ്റ്റ് ടൈമിലത്തെ ബിഗ് ബോസിൽ വിളി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഇതിന്റെ മുമ്പും വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ഒറ്റ പൈസ ഇല്ല. അപ്പൊ ഞാൻ മമ്മീനെയും അപ്പന്റെ മുഖത്ത് നോക്കിട്ട്, പപ്പ മമ്മി ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്കൊന്ന് പോയാലോ. പോ നീ വിളി പോ. അപ്പൊ പപ്പ പറഞ്ഞു പോ, എന്തായാലും ഇച്ചിരി ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. അപ്പൊ ഞാൻ ആ ചേട്ടനെ വിളിച്ചു, ഹലോ ചേട്ടാ എന്നെ ബിഗ് ബോസിൽ എടുക്കോ പ്ലീസ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു മോനെ അത് കഴിഞ്ഞില്ലേ, ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ, വേണ്ട എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇപ്പൊ സ്ഥലമില്ല, ഇപ്പൊ സംഭവമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു അടുത്ത ബിഗ് ബോസിൽ നമുക്ക് നോക്കാം. അപ്പൊ അതുവരെ നമ്മൾ ബിഗ് ബോസ് പിന്നെ കാണും. പിന്നെ നമ്മുടെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അതില് ബിഗ് ബോസിൽ പോയിട്ട് അവിടുത്തെ ഓരോ സംഭവങ്ങൾ നമ്മൾ ടി വിയിൽ കാണുമ്പോ ഭാഗ്യം ഞാൻ ബിഗ് ബോസിൽ പോവാത്തത്. ഇത് സൈക്കിളാണ്. ബിഗ് ബോസിന് വിളി വരും, ആ സമയത്ത് നമ്മൾ വേണ്ടാന്ന് പറയും. 15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോയാലോ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് നമ്മൾ കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വേണ്ട വേണ്ട വേണ്ട. അല്ല ഇനി വരുന്ന സീസൺ 7 ഇല്ല ഇനി ഈ പടം ആണ് എന്റെ, വേറെ ഒന്നുമില്ല. എനിക്കൊരു ബിഗ് ബോസും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇപ്പൊ ഈ പടം സീസൺ 7 എനിക്ക് തോന്നുന്നു മാർച്ച് ഒക്കെ ആവത്തില്ല. അപ്പം ഞാൻ എന്തായാലും എന്റെ പടം നന്നായിട്ട് വിജയിക്കും. അത് കഴിഞ്ഞിട്ട് കുറെ പടങ്ങൾ എനിക്ക് വരും. അങ്ങനെയാണ് എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ആഡിസ് അക്കര അർജുൻ റെഡി ആയിട്ട് വന്നാൽ കിടിലമായിരിക്കുമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. യെസ് ഓർ നോ? ആഡിസ് അക്കര അർജുൻ റെഡ്ഡി ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും. ആഡിസ് അക്കര ഭയങ്കര ഹാപ്പി ഗോ ലക്കി പടങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി തിയേറ്ററിൽ പോയിട്ട് മറ്റേ ആ പരിപാടി അല്ലാണ്ട് കുറച്ചുകൂടി ചിരിച്ചിരിച്ച് വയറൊക്കെ വാനെടുത്തിട്ടുള്ള കണ്ണീന്നൊക്കെ വെള്ളം, അതൊക്കെ ഭയങ്കര സമയം. ഞാൻ പ്രേമലുക്കൊക്കെ തിയേറ്ററിൽ പോയപ്പോ എന്റെ സൈഡിലിരിക്കുന്ന അപ്പാപ്പൻ കയറിയിട്ട് എന്നെ പിച്ചി മാന്തി എന്റെ തൊട ഇങ്ങനെ അടിച്ചടിച്ച് ചേട്ടൻ ചിരിക്കണ്ടൊക്കെ കൊള്ളാം, ചേട്ടൻ തന്നെയാണ് അടിക്കണതെന്ന് ഞാൻ പറഞ്ഞു ചേട്ടനോട്. അപ്പോഴത്തെ ആ മാജിക് ഒക്കെ ഇല്ലേ, എനിക്ക് അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ. എനിക്ക് ഭയങ്കര കോമഡിയുടെ ആളാണ്. എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര
had a very bad day, I would only pay for a film that makes me laugh, I guess. അതാണ് എൻ്റെ ഒരു പരിപാടി. ഈ മാനിഫെസ്റ്റേഷനിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര. ഡെഫിനറ്റ്ലി. അപ്പം ഇത് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയൊക്കെ വിശ്വസിച്ച് തുടങ്ങിയത്, അതോ നേരത്തെ ഇങ്ങനെ ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്? തുടക്കത്തില് അങ്ങനെയായിരുന്നു. തുടക്കത്തില് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് എല്ലാതും നല്ലതായിരിക്കും എന്നൊക്കെ തോന്നലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ബാഡ് ഫേസും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ പരിപാടിക്ക് ഇറങ്ങേണ്ടി വരും. വേറെ ആരും വരില്ല, ആരും ഹെൽപ്പ് ചെയ്യാണ്ടാവില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതാണ് നടക്കണേ. അപ്പോൾ സോ ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് ബിലീവിങ്, സ്റ്റാർട്ടഡ് ടോക്കിംഗ്. മാനിഫെസ്റ്റേഷൻ്റെ 2 ഭാഗമുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആരോടും പറയരുത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസിഷൻസ് ആരോടും പറയരുത്, അത് അതിന് എന്തോ കണ്ണ് കിട്ടുന്ന, അത് ബാഡ് ലക്ക് ആയിരിക്കും, പീപ്പിൾ അതിന് കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ബട്ട് ദെൻ there are some people who say it out loud. This is what I want, this is what I am looking to gain. അപ്പോൾ അതിന്ന് എങ്ങനത്തെ ഒരു പോസിറ്റീവ് ഔട്ട്കം വരുന്നു എന്നാണ് അതിന്റെ ഒരു സംഭവം. സോ ബേസിക്കലി ഐ ആം മച്ച് മോർ ഓൺ ദ ലാറ്റർ പാർട്ട്. എന്നോട് കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു, നായികത്തെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, എഡിസൺ നീ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊന്നും നീ പറയണ്ട, നീ ചെയ്ത് കാണിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു സംഭവം, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചോദിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ പ്രൊഡ്യൂസറിനെ ചോദിക്കുമ്പോഴാണ് പ്രൊഡ്യൂസർ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ഈ കോൺടാക്ട് ഉണ്ട്, വിളിച്ചോ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവര് ഹെൽപ്പ് ചെയ്യണേ. അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഈ മൊത്തം ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഈ പടം ഉണ്ടാവുന്നത്. ഇതിന് അസിസ്റ്റൻസും കിട്ടുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്, ടെക്നീഷ്യൻസും കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. അപ്പോൾ ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാം ഈസ് വെരി അണ്ടർ റേറ്റഡ്. നോബഡി ഈസ് എക്സ്പ്ലോർഡ് ഇൻസ്റ്റാഗ്രാം. ഐ തിങ്ക് എവ്രിബഡി ഷുഡ് എക്സ്പ്ലോർ ഇൻസ്റ്റാഗ്രാം. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ട്, put it across on Instagram, start doing stuff on Instagram. And you will watch. Yeah, and now if you watch this new film that is coming out also, Vada, അതിന്റെ പ്രൊമോഷൻസിൽ you can see what kind of reception Harsher is getting. Harsher is so good. അല്ലേ? So when he comes on stage also, I'm telling you, Harsher is going to be a very good actor soon. Like ആളും അടിപൊളിയല്ലേ? I believe he's going to be a very good actor. ഇപ്പം ആഡിസിന്റെ ഒരു, ഞാൻ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 1 ലൈനിൽ ആഡിസിന്റെ സ്റ്റോറി എന്താണ് മൂവിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1 ലൈനിൽ എന്ത് പറയും? 1 ലൈനിൽ പറയാൻ പറ്റത്തില്ലെന്നാണോ? അല്ലല്ല, പറയാം. ഒരു പൊട്ടനൊരു സിനിമ പിടിക്കണം, അതിനു വേണ്ടിയിട്ട് അവനെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ആ കാട്ടിക്കൂട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. എന്നാൽ ആ മൂവിയുടെ ആ സ്റ്റോറിനെ പറ്റി, ആ കഥേനെ പറ്റി ഒരു 1 ലൈനിൽ പറഞ്ഞു, അപ്പൊ ആൾക്കാർക്കൊന്നും മനസ്സിലാവൂല എന്താണ്, എന്ത് ജോണറാണ് ഇറക്കാൻ പോകുന്നത്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് റൊമാൻറ്റിക് കോമഡി ആയിരിക്കും. യു ക്യാൻ ടേക്ക് യുവർ ബിലവഡ് ആൻഡ് യുവർ പാർട്ട്ണർ ടു ദിസ് ഫിലിം ആൻഡ് ഹാവ് എ വെരി ഗുഡ് ടൈം, ലാഫ്, ബി ഹാപ്പി. സിനിമ കഴിഞ്ഞിട്ട് അവർക്കൊരു ഹഗ് കൊടുക്കുക, അങ്ങനൊക്കെ. അതൊക്കെ തന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ഹൗ ഇറ്റ് വിൽ പാൻ ഔട്ട് ഓൺ ദ സ്ക്രീൻ, ദാറ്റ് ഐ ഹാവ് നോ ഐഡിയ. പിന്നെ ഞാൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യണു, ഞാൻ ഈ സിനിമ റൈറ്റ് ചെയ്യണു, ഞാൻ ഈ സിനിമ ഡിസൈൻ ചെയ്യണു എന്നൊക്കെ പറയുമ്പോഴും ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ മാർക്കറിൽ ഇട്ടിട്ട് പറയണ്ട, ഇത് വെറുതെ പേരിന് ആഡിസ് ആന്റണി ഡയറക്റ്റഡും റൈറ്ററും എന്നൊക്കെ വരുള്ളൂ. ഇതിൽ കുറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എനിക്കിതൊന്ന് പഠിപ്പിച്ചു തരോ, ഇതൊന്ന് ചെയ്തു തരോ, ഇതൊന്ന് എഴുതി തരോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ സിനിമ നമ്മൾ പിടിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കാശ് കൊടുക്കണം. ആ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ട് വെക്കണം. അപ്പൊ മൊത്തം എല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഐ നെവർ വിൽ ടേക്ക് credit for my film saying I did the film. You can always say, when you see written and directed by Addis Antony എന്ന് നിങ്ങൾ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ ആൾക്കാരെ ആഡിസിന്റെ കൂടെ ഇരുന്നിട്ട് ആഡിസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പരിപാടിക്ക്. എനിക്ക് പറയാനുള്ളത്, ആഡിസിന്റെ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ഇനിയും നമ്മൾ നല്ലൊരു മൂവി സ്ക്രീനിൽ February 14 തന്നെ ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ February 14, 2025 ഞാൻ എൻ്റെ സിനിമ റിലീസ് ചെയ്യും. അതിനെല്ലാവരും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഹെൽപ്പാണ് എനിക്ക് ഈ സംഭവം ചെയ്യാൻ ഉള്ള ഒരു സ്ട്രെങ്ത്തും മോട്ടിവേഷൻ തരണേ. അപ്പോൾ ദയവിട്ട് എൻ്റെ ഈ ടീഷർട്ട് വാങ്ങാം. പ്രൊഡ്യൂസേഴ്സ് കൾട്ടാണ് ടീഷർട്ടിന്റെ പേര്. ഞാനൊന്ന് ബ്രാൻഡ് ചെയ്തോട്ടെ. വെറും 899 rupees നിങ്ങൾ ഇത് നമ്മുടെ TV കമേഴ്ഷ്യൽ പോലെ
ടി വി കമേഴ്ഷ്യൽ പോലെ. പ്രൊഡ്യൂസേഴ്സ് കൾട്ടിന്റെ ടീഷർട്ട്, ഗിവിംഗ് യു ഓൾ മൈ ടീഷർട്ട്. ഈ ടീഷർട്ട് വാങ്ങുന്ന ആൾക്കാരുടെ പേര് നമ്മൾ നമ്മുടെ സിനിമ തിയേറ്ററിൽ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഈ ടീഷർട്ട് വാങ്ങുന്ന ആൾക്കാരിൽ തന്നെ കാസ്റ്റിംഗ് കോൾ നടക്കുന്നതായിരിക്കും. പിന്നെ ഫിലിം സ്കൂളിൽ പഠിക്കേണ്ട നിങ്ങൾ വന്നിട്ട് എൻ്റെ കൂടെ ഈ ടീഷർട്ട് വാങ്ങിച്ചാൽ അതിൽ 11 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ സിനിമയിൽ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ബേസിക്കലി ഇതാണ് നിങ്ങളുടെയാണ് സിനിമ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണു, നിങ്ങൾ തന്നെ സിനിമ കാണുന്നു. ഓൺ February 14, 2025. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഗൈസ്. അതൊക്കെ തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീം ജാങ്കോ സ്പേസ്. നിങ്ങളൊക്കെ അടിപൊളി. ചേട്ടാ അടിപൊളി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം അവിടെ ഇരുന്നിട്ട് ആ സോഫയുടെ ഏറ്റവും മൂലയിൽ അങ്ങനെ ഇരുന്നിട്ട് ചേട്ടൻ എന്റെ വീഡിയോ എടുത്തു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും പൊളി കേട്ടോ. പൊളി പൊളി മിസ്റ്റർ പൊളി 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 യു പൊളി യു പൊളി. താങ്ക് യു.